തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 ഡിസംബർ മാസം 9-ാം തീയതി വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 44-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നാം ചിന്തിക്കുന്നത് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ദൈവസഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. ദൈവസഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ പിതാവാം നിത്യനാം ദൈവത്തെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ആരാധിക്കുന്നതിനുള്ള ബന്ധത്തിൽ 24 മൂപ്പന്മാരും 4 ജീവികളുള്ള ബന്ധത്തിൽ നമ്മൾ 4-ാം അധ്യായത്തിൽ ചിന്തിച്ചിരുന്നു. 5-ാം അധ്യായത്തിൽ കുഞ്ഞാടാം ദൈവത്തെ 24 മൂപ്പന്മാരും 4 ജീവികളും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആരാധിക്കുന്നതിനെക്കുറിച്ചാണ് 5-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്കതിൻ്റെ പഠനം 12-ാം അധ്യായം മനസ്സിലാക്കുന്ന എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ വാക്യങ്ങൾ പഠിക്കാൻ പറ്റും. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം പഠിക്കാതെ ആര് ഈ വെളിപ്പാട് പുസ്തകത്തെ വ്യാഖ്യാനിച്ചാലും അതവർക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഒരുപാട് തെറ്റിദ്ധാരണകളും ഒക്കെ. അതുകൊണ്ടാണ് നമ്മൾ ചില ദിവസങ്ങളെടുത്ത വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തെ നമ്മൾ കാര്യമായി പഠിപ്പിച്ചത്. അപ്പോൾ ഈ ദൈവജന പഠനത്തിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയങ്ങൾ അത് ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ദൈവസഭ എല്ലാ വിശുദ്ധന്മാരും ഒരുമിച്ചല്ല എടുക്കുന്നത്. എന്നാൽ പല സന്ദർഭങ്ങളിലായിട്ട് ദൈവസഭയുടെ അംഗങ്ങളെ എത്തിക്കാനുള്ളവരെ എടുക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നാം മനസ്സിലാക്കേണ്ടത് ആദ്യമായി 24 മൂപ്പന്മാരും 4 ജീവികളുമാണ് സ്വർഗാസുഖത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത്. അതിനോടനുബന്ധമായി എടുക്കപ്പെടുന്ന വിശുദ്ധന്മാർ അവരെവിടെയായിരിക്കും ദൈവത്തെ ആരാധിക്കുന്നത്, അവരെവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ചും വെളിപ്പാട് പുസ്തകം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ദൈവസഭയോട് ദൈവത്തിൻ്റെ ദൈവിക സിംഹാസനത്തിൻ്റെ സ്വർഗാസുഖത്തിൽ ചെന്നുള്ള ആരാധനയെക്കുറിച്ചുള്ള ഒരു ചെറിയ സംക്ഷിപ്ത രൂപം നൽകാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇത് നമ്മൾ പഠിച്ചു പോകുന്നത് വളരെ വ്യക്തമാണ്, അതിന് കൃത്യതയുണ്ട് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയാണ് ഞാൻ അതേക്കുറിച്ചൊരു ഔട്ട്ലൈൻ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ 4-ഉം 5-ഉം അധ്യായത്തിൽ എടുക്കപ്പെടുന്ന ആദിജാതന്മാരുടെ സഭ സ്വർഗാസുഖത്തിൽ ചെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് മധ്യാകാശ പ്രത്യക്ഷ സംഭവിക്കുന്നത്. ആ സമയത്ത് പഴയ വിശുദ്ധന്മാരാരും തന്നെ, അതുപോലെ തന്നെ മണവാട്ടി സഭയുടെ തോഴിമാരായിരിക്കുന്ന ഗണത്തിൽപ്പെടുന്നവരാരും തന്നെ സ്വർഗാസുഖത്തിലേക്ക് എത്തിച്ചേരുന്നില്ല. അത് ആദിജാതന്മാരുടെ സഭ മാത്രമാണ് അവിടെ എത്തിച്ചേരുന്നത്. 4-ഉം 5-ഉം അധ്യായത്തിലെ ഈ 24 മൂപ്പന്മാരും 4 ജീവികളും ദൈവത്തെ ആരാധിക്കുന്നു എന്നതിനെ അതേക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരാരാധിക്കുമ്പോൾ അന്ന് വരെ ആരാധിച്ചുകൊണ്ട് നിൽക്കുന്ന സാറാഫുകൾ പുറകോട്ട് മാറുകയും ഈ ദൈവസഭയുടെ ആദിജാതന്മാരായിരിക്കുന്നവർ സിംഹാസനത്തിരിക്കുകയും അവർ ആ സാറാഫുകളെ നീക്കിയിട്ട് അവരാണ് പിന്നീട് അവിടുത്തെ ആരാധനയുള്ള ബന്ധത്തിൽ മുഖം മറയ്ക്കാതെ ദൈവത്തിൻ്റെ തിരുമുഖം കണ്ട് ആരാധിക്കുകയും ശുശ്രൂഷയിൽ പങ്കാളികളെ തീരുകയും ചെയ്യുന്നതെന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലായത്. എന്നാൽ അതിനുശേഷമായ 2 സാക്ഷിയുടെ നമ്മൾ പഠിക്കും. ഞാനത് ഇപ്പോൾ ആരംഭത്തിലൊന്ന് പറഞ്ഞു പോകുന്നത് ഈ ആരാധനയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ശരിയാണ് എന്നുള്ളതൊന്ന് മനസ്സിൽ പറയാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയി അതൊക്കെ സംഭവിക്കുമോ, ഇങ്ങനെ 24 മൂപ്പന്മാർ 4 ജീവികളെന്ന് പറഞ്ഞ ദൈവസഭയാണെന്ന് അവിടെ ചെന്ന് ആരാധിക്കുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റുമെന്നൊക്കെ ചിലർക്കൊരു സംശയമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് ആരാധനയാണെന്നുള്ളതിനും അവിടെ അതുവരെ ഉണ്ടാകാതിരുന്ന ആരാധന സംഭവിക്കുന്നത് മേലാൽ സംഭവിക്കാനുള്ളതാണെന്നുള്ളതൊക്കെ വളരെ വ്യക്തത നമുക്ക് ഇന്ന് മനസ്സിലാകും. ഇത് ആലങ്കാരിക ഭാഷയിൽ അല്ലെങ്കിൽ ഉപമയായിട്ട് പറഞ്ഞിരിക്കുന്ന സദൃശമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആരാകുന്നു എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കിയപ്പോൾ ഇത് ആദിജാതന്മാരുടെ സഭയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ പിതാവാം ദൈവത്തെയും പൊൻകിരീടധാരികളാണ്, അധികാരമുള്ളവരാണ്, ഒരു ശുശ്രൂഷയുള്ളവരാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നീട് നമ്മൾ ചിന്തിക്കുന്ന 2 സാക്ഷിയുടെ മുന്നിൽ നമുക്ക് അറിയാം അവർ ദൈവത്തെ എവിടെയാണ് ആരാധിക്കുന്നത്, അവരെ എവിടെ കാണിച്ചിരിക്കുന്നു എന്നുള്ള ചോദ്യമുണ്ടാകും. അപ്പോൾ അവരെ പുനരുത്ഥാനം പ്രാപിക്കുന്നത് നമ്മൾ പഠിക്കുന്ന വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം പഠിക്കുമ്പോൾ അവരെവിടെയാണെന്ന് എത്തിച്ചേരുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. എന്നാൽ അതിൻ്റെ ഔട്ട്ലൈനായിട്ട് 7-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ മുമ്പിലിരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിലിരുന്ന് ദൈവത്തെ രാപ്പകൽ ആരാധിക്കുന്ന പദവിയിലേക്കാണ് അവർ ഉയർത്തപ്പെടുന്നത്. അവർ ദൈവത്തിൻ്റെ മുമ്പിലിരിക്കുന്നു, സിംഹാസനത്തിലല്ല. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. 7-ാം അധ്യായം 15-ാം വാക്യം. എന്നാൽ ആദിജാതന്മാരുടെ സഭ അവൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരിക്കുന്നവരായിട്ടല്ല,
അവർ സിംഹാസനിരിക്കാൻ അധികാരമുള്ളവരും ശുശ്രൂഷയുള്ളവരും ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കാൻ ഭാഗ്യമുള്ളവരുമാണ് ഈ ആദിയാതന്മാർ സഭ. ഞാൻ സർഗാസകത്തിലെ ആരാധനയെക്കുറിച്ചും എപ്പോൾ അത് സംഭവിക്കുന്നതിനെക്കുറിച്ചുമുള്ളതാണ് ഇപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് പറഞ്ഞു പോകുന്നത്. അതിനുശേഷമായി ഇപ്പോൾ ഈ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് ആരാധിക്കുന്ന കൂട്ടത്തിൽ പഴയ നിയമത്തിൻ്റെ വിശുദ്ധന്മാരായിരിക്കുന്ന ശ്രേഷ്ഠന്മാരും അതുപോലെ കന്യകമാർ നിലവാരത്തിൽപ്പെടുന്നവരും ഉൾപ്പെടുന്നു. അവരാണ് രണ്ട് സാക്ഷിയുടെ പുനരുത്ഥാനത്തിൽ എടുക്കപ്പെടുന്നത്. പിന്നീടുള്ള പുനരുത്ഥാനം ഒന്നാമത്തെ പുനരുത്ഥാനമാണ്. ഒന്നാമത്തെ പുനരുത്ഥാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് അറിയാം. അത് പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് 20-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽപ്പെടുന്ന രണ്ട് കൂട്ടരുണ്ട്. അവർ രണ്ടുപേരും ദൈവത്തെ ആരാധിക്കുന്നതിനെ അവരവിടെ എത്തിച്ചേരുന്നതിനെ കുറിച്ചുള്ള വിവരണം വെളിപ്പാട് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ദൈവസഭയുടെ ശേഷിപ്പിൽപ്പെടുന്നവർ എതിർക്രിസ്തുവിന്റെ പണ്ടത്തിൽ രക്തസാക്ഷികളാകുന്നവരുടെ അവർ ദൈവത്തെ ആരാധിക്കുന്നതിനെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ പഠിക്കും. ഞാനത് പെട്ടെന്ന് ആമുഖമായിട്ട് ഇവരൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് ആദിയാതന്മാരുടെ സഭ, അതുപോലെ ചന്ദ്രത്തെ തേജസ് പ്രാപിക്കുന്നവർ, നക്ഷത്ര തേജസ് പ്രാപിക്കുന്നവർ, ഒന്നാം പുനരുത്ഥാനത്തിൽ ചെല്ലുന്ന രണ്ട് സാക്ഷികൾ. ഇപ്പോൾ ഇവരൊക്കെ എപ്പോൾ സ്വർഗാസുഖത്തിൽ അവരെന്താണ് ചെയ്യുന്നതെന്ന് അപ്പം നമ്മളത് മനസ്സിലാക്കുന്ന ഇത് പഠിക്കും. അത് പഠിക്കാൻ എളുപ്പമാണ്. ഒരു സംഭവം പഠിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് അടുത്ത സംഭവം റിപ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ദൈവസഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരവിടെ എത്തി അവരെ പ്രതികരിക്കുന്നവർ ദൈവത്തെ ആരാധിക്കുന്ന ദൈവസഭയിൽ പങ്കാളികളെത്തിയിരുന്നു. അപ്പോൾ പഴയ വിശുദ്ധന്മാർ ശ്രേഷ്ഠന്മാരായിരിക്കുന്നവരും അതായത് സഭയോട് ബന്ധപ്പെട്ടവരും അവർ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ രാപ്പകൽ അവനെ ആലയത്തിൽ രാപ്പകൽ ഇരുന്ന് ആരാധിക്കണം അവനെ. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ ആരാധിക്കണം. അപ്പം ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ആരാധനയിലേക്കാണ് ഇവർ എടുക്കപ്പെടുന്നത്. അവർ എത്തുന്നത് സിംഹാസനം മുമ്പിലുള്ള ആലയത്തിലാണ് അവർ ആരാധിക്കുന്നത്. എന്നാൽ നമ്മൾ ആരാധിക്കുന്നവ ആദിയാതന്മാരുടെ സഭ ആരാധിക്കുന്നത് സിംഹാസനത്തോട് ചേർന്നാണ് ആരാധിക്കുന്നത്. ഇപ്പോൾ രക്തസാക്ഷികളായിട്ടുള്ളവർ അവരാണ് അവസാനമായി സ്വർഗീയതയെ പ്രാപിച്ചെത്തുന്നവർ. അവർ ആരാധിക്കുന്നതിൽ ദൈവസഭയുടെ രക്തസാക്ഷികളാകുന്നവർ ക്രിസ്തുവിന്റെ പണ്ടത്തിൽ രക്തസാക്ഷികളാകുന്നവരാണ് 7-ാം അധ്യായത്തിൻ്റെ 9 മുതൽ അതിൻ്റെ 14 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അവരും കർത്താവായ ദൈവത്തെ ആരാധിക്കുന്നു. ആ സമയത്ത് അവർ 11-ാം വാക്യം സകല ദൂതന്മാരും സിംഹാസന്റെയും സകല മൂപ്പന്മാരുടെ 4 ജീവികളുടെയും ചുറ്റും നിന്നും സിംഹാസനം മുമ്പ് കവണ വീണു. ആമേൻ ആമേൻ, ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നതിനെ കുറിച്ചുള്ള ഭാഗമാണ് പറയുമ്പോൾ ദൈവസഭയുടെ രക്തസാക്ഷികളാകുന്നവരെ കുറിച്ചാണ് അവരുടെ ആരാധന അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള ഭാഗത്താണ് 144,000 പേരുടെ ആരാധന വെളിപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ സംയുക്ത ആരാധന കമ്പൈൻഡ് വർഷിപ്പ് വെളിപ്പെടുത്തിയിരിക്കുന്നു. 19-ാം അധ്യായത്തിലാണ് കമ്പൈൻഡ് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ 14-ാം അധ്യായത്തിൽ അവർ എത്തിച്ചേർന്നു. എല്ലാവരും കൂടി സിംഹമാനിൽ കർത്താവിനെ രാജാവായിട്ട് വാഴിക്കുന്ന സമയത്ത് എല്ലാവരും എത്തി. 19-ാം അധ്യായത്തിൽ അവൻ രാജ്യത്തെ ഏറ്റെടുക്കുന്ന സമയത്ത് കമ്പൈൻഡ് ആയിട്ടുള്ള വർഷിപ്പാണ് അതിൻ്റെ അകത്ത് കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആരാധന എന്നുള്ളത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവസന്നിധിയിൽ വീണ് കിടന്ന് ആരാധിക്കുന്നത് മനുഷ്യവംശത്തിൽ നിന്ന് ആ നിലവാരത്തിലേക്ക് എത്തുന്ന ഭക്തന്മാരുടെ ആരാധന അവിടെ നടക്കും എന്നുള്ളതിൻ്റെ ഭാവികാല ആരാധന സംബന്ധമായ വിവരങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളിത് വായിക്കുമ്പോൾ ഇനി അത് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനൊന്ന് പറഞ്ഞു പോയത് ഇത് നമ്മൾ പഠിച്ചു വരുന്നത് അതിൻ്റെ അടിസ്ഥാനപരമായ രീതിയിലാണ് പഠിച്ചു പോയതിന് കാരണം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. അതല്ലാതെ ഇവിടുന്ന് എടുക്കപ്പെടുന്നു, ആരെവിടെ പോകുന്നു, എങ്ങനെയാണെന്നുള്ളത് വ്യക്തമാക്കപ്പെടുന്നില്ല. പഴയ വിശുദ്ധന്മാർ എവിടെയാണ് ഇരിക്കുന്നത്, അവരെവിടെയാണ് ആരാധിക്കുന്നത്, ഈ രക്തസാക്ഷികളാകുന്ന 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കെടുക്കുന്നത് അവരെവിടെയാണ് പോകുന്നത്. അപ്പോൾ ഇതേക്കുറിച്ചെല്ലാം നമ്മുടെ കയ്യിരിക്കുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി അവിടെ ഇവിടെ കിടക്കുന്നതാണത്. നമ്മളതിനെ ഒന്ന് ഏകോപിപ്പിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞത് അത് മനസ്സിലായപ്പോൾ ആദിയാതന്മാരുടെ സഭ മാത്രമല്ല സ്വർഗാസുഖത്തി ആരാധിക്കുന്നത്,
രക്തസാക്ഷികളാകുന്ന ഇസ്രായേലിൻ്റെ 144,000 ദൈവസഭയുടെ രക്തസാക്ഷികളും അതുപോലെ തന്നെ അതിന് മുമ്പായി എടുക്കപ്പെടുന്ന 2 സാക്ഷികൾ നടത്തപ്പെടുന്നവരും. അപ്പോൾ പുതിയ യെരൂശലേമിൽ ഉൾപ്പെടാനുള്ള മീതയുള്ള യെരൂശലേമിലോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സകല സ്വർഗദേശ പ്രാപിക്കുന്നവരും സ്വർഗാസ്വർഗത്തിൽ ചേർന്നവർ ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളതും അവർ ഒരുമിച്ച് കൂടി സംയുക്തമായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന 10 അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഇത് സംബന്ധമായിട്ടുള്ള വലിയ സംശയമാർക്കും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇത് പറയുമ്പോൾ പഠിപ്പിച്ചു പോകുമ്പോൾ അതിന് വ്യക്തത ഉണ്ടാകണം. ഇത് മനസ്സിലായാലും എല്ലാവരും ഒരുമിച്ച് എടുക്കപ്പെടുകയല്ല ചെയ്യുന്നത്. ഓരോ ബാച്ച് ഓരോരുത്തർ നിരകളിൽപ്പെടുന്നവരാണ്. ഓരോ നിരകളിലുള്ളവരാണ്. ഓരോരുത്തരും താന്താൻ്റെ നിരയിലാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഏത് നിരയിലാകണം എന്നുള്ളത് നമ്മളെ നോക്കിയിട്ട് നമ്മുടെ ദൈവമാണ് നിശ്ചയിക്കുന്നത്. ഞാൻ ആദിജാതന്മാരുടെ സഭയിൽ ഉൾപ്പെടുന്നവരാണോ? എൻ്റെ പേര് സ്വർഗത്തിൽ പേരെഴുതാൻ പറ്റുമോ? അതോ ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ? ഇതൊക്കെ ദൈവമാണ് തീരുമാനിക്കുന്നത്. നമ്മൾ വളർച്ച പ്രാപിച്ച് പ്രാർത്ഥിച്ച് ദൈവസേനയിൽ വിവേകത്തോടെ ജീവിച്ചാൽ നമുക്ക് ആ ഭാഗത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇത് സംയുക്ത ആരാധനയെക്കുറിച്ച് മനസ്സിലായല്ലോ. ഒരുമിച്ച് ആരാധിക്കുന്നുണ്ട്. വിശുദ്ധന്മാർ ഓരോ ഘട്ടങ്ങളിലായിട്ട് അവിടെ എത്തുമ്പോൾ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആരാധനകളുടെ 3 സന്ദർഭങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് 24 മൂപ്പന്മാരും 4 ജീവികളുമാകുന്ന ദൈവസഭയുടെ ആദിജാതന്മാരെ പ്രതിദാനം ചെയ്യുന്നവരുടെ സ്വർഗീയ ആരാധനയെക്കുറിച്ചാണ് വെളിപ്പെടുത്തിയത്. ഇതെന്ന് വെച്ചാൽ നമ്മെക്കുറിച്ചുള്ളതാണ്, നമ്മൾ അതിൽ പെടാനുള്ളതാണ്. അതിനുശേഷമുള്ള ആരാധന അവരെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആലയത്തിൽ അവർ രാപ്പകലിരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ സിംഹാസനത്തിൽ അവർ ആരാധിക്കും. അവരോട് കൂടെയാണ് രക്തസാക്ഷിയായിട്ടുള്ളവർ ആരാധശേഷമായി അവരും അവിടേക്ക് പ്രവേശിക്കുന്നത്. അല്ല, അവിടെ 2 കൂട്ടരുടെയും ആരാധന വ്യത്യസ്തമായ രീതിയിൽ 144 ആരാധന 14 അധ്യായത്തിലും അതുപോലെ തന്നെ 7 അധ്യായത്തിൽ ദൈവസഭയുടെ രക്തസാക്ഷികളായിട്ടുള്ളവരുടെയും വെളിപ്പെടുത്തിയിട്ടുണ്ട്. 19 അധ്യായത്തിൽ കുഞ്ഞാടാം ദൈവം സിംഹാസനത്തിൽ അവൻ രാജ്യത്തുമേറ്റെടുക്കുന്ന അവൻ രാജാവായി വായിക്കപ്പെടും. വിവാഹത്തിന് മുമ്പായി അവിടെ എത്തിച്ചേണ്ട സർവവിശുദ്ധമായിരുന്ന അവർ ഒരുമിച്ച് ആരാധിക്കുന്ന സംയുക്ത ആരാധനയാണ് വെളിപ്പാട് 19 അധ്യായം. ഇത് ഇത്രയും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിച്ചു. അല്ലാതെ നമ്മൾ കുറേ പറഞ്ഞു പോയിട്ട് ഒന്നും മനസ്സിലാകാതെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിതിൻ്റെ ഒരു ആരാധനയുള്ള മുതൽ ആമുഖം പറഞ്ഞിരിക്കുന്നത്. ഇത് സിമ്പിളാണല്ലോ, മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമല്ലോ. അത് അവിടെ ആ ഭാഗത്തുനിന്ന് എഴുതിയിട്ടാൽ മതി. 14 അധ്യായത്തിൽ 144,000 പേരുടെ ആരാധനയാണെന്നും 7 അധ്യായത്തിലുള്ള ഭാഗം ഞാൻ പറഞ്ഞിരിക്കുന്ന ഭാഗം രക്തസാക്ഷിയായിട്ട് സഭയുടെ 9 രക്തസാക്ഷികളായിട്ടുള്ള സഭയോട് ശേഷിപ്പെടുന്നവരുടെ ആരാധനയാണെന്നും അതിൻ്റെ 15 വാക്യത്തിൽ അതിന് മുമ്പ് എത്തിച്ചേരുന്ന 2 സാക്ഷികൾ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്നാണ് ആരാധിക്കുന്നത്. അവരോടൊപ്പം ഈ രക്തസാക്ഷികൾ പങ്കാളികളായി തീരുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തെല്ലാം ബൈബിളിൽ എല്ലാം ചന്തവും ക്രമമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ എല്ലാവരും അവിടെ കൊണ്ടുപോയി എവിടെയാണെന്ന് അറിയാതെ നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കാൻ പാടില്ല. ഇതിനെ വ്യാഖ്യാനിക്കണമെങ്കിൽ ആര് വ്യാഖ്യാനിക്കണമെങ്കിലും വെളിപ്പാട് ദിവസം 12 അധ്യായത്തെക്കുറിച്ചുള്ള നല്ലൊരു പഠനം നടത്താതെ ഈ വെളിപ്പാട് ദിവസം ആര് പഠിപ്പിച്ചാലും അത് ശരിയാകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ വളരെ സമയം ചെലവഴിച്ച് ഈ 12 അധ്യായത്തിൻ്റെ പഠനം പഠിപ്പിച്ചത്. ഇനി ആർക്കെങ്കിലും ഇത് കേൾക്കുകയോ സംശയമുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളൊരു ഭാഗം മാത്രം കേൾക്കാതെ നിങ്ങൾ ആ വെളിപ്പാട് ദിവസം 12 അധ്യായത്തിൻ്റെ വിശകലനം അത് വ്യാഖ്യാനിച്ചത് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ അത് മനസ്സിലാക്കിയെടുത്ത ശേഷമായിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. അതല്ലെങ്കിൽ സഭ എടുക്കപ്പെടുന്നതിനെക്കുറിച്ചോ മഹോദരത്തെക്കുറിച്ചോ ക്രിസ്തുവർണ്ണത്തെക്കുറിച്ചോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ഇന്ന് രാത്രി ആരാധനയുടെ ബന്ധത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തന്നത്. അപ്പോൾ നമുക്ക് വ്യക്തതയുണ്ട്. എവിടെയാണ് എപ്പോഴാണ് ചെല്ലുന്നത്, എന്താണ് ആരാധന എന്നാണ് സംയുക്തമായിട്ട് ആരാധിക്കുന്നത്. നമ്മളിവിടെ കമ്പൈൻ വർഷിപ്പ് നടത്താറില്ലേ എന്ന് പറഞ്ഞതുപോലെ സ്വർഗാസ്വർഗത്തിൽ വലിയ ഒരു ആരാധന നടത്താറുണ്ട്. അവിടെ ആരൊക്കെയാണ് തകർത്തിടി മുഴക്കുന്നതെന്നും അതൊക്കെ നമ്മൾ നാശമായിട്ട് പഠിക്കും. പെരുവെള്ളത്തെ വെച്ച് പോലെയുള്ളത് അതേക്കുറിച്ച് നമ്മൾ അന്തരം പഠിക്കും, ആ ഭാഗത്ത് പഠിക്കും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈൻ ആരാധനയെക്കുറിച്ചുള്ള ഭാഗത്തിൻ്റെ കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. ഒന്നുകൂടി ഞാൻ പറയട്ടെ, വിശുദ്ധന്മാരെല്ലാം ഒരുമിച്ചല്ല എടുക്കപ്പെടുന്നത്. ഓരോരുത്തരും താന്താൻ്റെ നിരയിലാണ്. ആദ്യമായിട്ട് ഇവിടുന്ന് 1ാമത്തെ ബാച്ചായിട്ട് പോകുന്ന ഫസ്റ്റ് പ്രയോറിറ്റി ആരാണ്? ദൈവസഭയുടെ ആദിജാതന്മാരുടെ സഭയാണ്. നമ്മൾ ജയാളികളായി അവിടെ എത്തിച്ചേരും. അതിനുവേണ്ടിയാണ് നാം ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. അറിവ് മാത്രമായി തീരാതെ വിവേകമായി തീരണം. വിവേക സമ്പത്ത്, വിവേകം എന്ന് പറഞ്ഞാൽ അത് അപ്ലൈ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ കേൾക്കുന്നത് ദൈവത്തിന് കൂടുതൽ നമ്മളെ പഠിപ്പിക്കുന്നത്, അറിവ് നമുക്ക് നൽകുന്നത്. അറിവ് നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യകതയായി നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ അതിലേക്ക് നമുക്ക് പങ്കാളിത്തമായിത്തീരുന്നത്. വിവേകത്തിൽ ആയിത്തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായതുകൊണ്ട് ഇനി ഞാൻ ഈ പറയുന്നത്
നിങ്ങൾക്കത് ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ 5-ാം അധ്യായത്തിൻ്റെ ബാക്കി ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ നമ്മൾ ചിന്തിച്ച ഭാഗത്തിൻ്റെ തുടർ ഭാഗത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇവിടെ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കണ്ടപ്പോൾ കുഞ്ഞാടാൻ ദൈവത്തോട് വെളിപ്പെടുത്തുക. ആരാണ് യോഗ്യൻ എന്ന് ചോദിക്കുമ്പോൾ അവനാണ് യോഗ്യൻ. ശിക്ഷ ഭവിച്ചവൻ, പാപത്തെ നീക്കിയവൻ, മരിച്ചവൻ, അടക്കപ്പെട്ടവൻ, ഉയർത്തെഴുന്നേറ്റവൻ, അവനാണ് സകലത്തെയും ന്യായം വിധിപ്പാൻ അധികാരമുള്ളവൻ. അവനാണ് രക്ഷയുടെ സന്ദേശമായിരിക്കുന്ന സുവിശേഷത്തിന്റെ ഭാഗമായി തീർന്നെങ്കിൽ വെളിപ്പാട് വരാൻ പോകുന്ന കോപം, ദൈവത്തിന്റെ കോപം, ദൈവത്തിന്റെ കോപം വരുന്നതിന് മുമ്പായി അവനാണ് അതിൻ്റെ അധികാരി എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് കുഞ്ഞാടിനെ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അറക്കപ്പെടുപോലെ നിൽക്കുന്ന കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ 7 കൊമ്പുകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നത് സർവശക്തനായ ദൈവത്തിന്റെ സമ്പൂർണമായ പരമാധികാരത്തെ ശക്തിയെയും കാണിക്കുന്നതാണെന്ന് 7 എന്നുള്ള സമ്പൂർണ്ണതയെ വെളിപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കുഞ്ഞാടിനോട് ചേരുന്ന ആദിജാതന്മാരുടെ സഭ, അവര് ഈ പരമാധികാരത്തോട് ബന്ധപ്പെട്ട കൊമ്പുകളാണ്. കൊമ്പുകളിൽ അതിശ്രേഷ്ഠമായിരിക്കുന്ന കൊമ്പായി തീരുന്നത് കഥാപുരം, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാകുന്നു. അപ്പോൾ പുതിയ നിയമസഭ ദൈവസഭയുടെ കൊമ്പുകളാണ്, കുഞ്ഞാടിൻ്റെ കൊമ്പുകളാണ്. ആ കൊമ്പുകളാകുന്ന ക്രിസ്തുയേശുവിനോട് പരമാധികാരം പ്രാപിക്കുന്നവരെയാണ് ഈ 7 കൊമ്പുകൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കും. അങ്ങനെ വ്യാഖ്യാനിക്കാൻ കാരണം ഉണ്ട്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ കുഞ്ഞാടിന് 13-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കുഞ്ഞാടിന് 2 കൊമ്പുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 7 കൊമ്പിനെ കുറിച്ച് പറഞ്ഞ ശേഷമായി 2 കൊമ്പിനെ കുറിച്ച് പറയുമ്പോൾ അതെന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നുള്ളത്? ഇതെന്ന് വ്യത്യസ്തമാണ്. 13-ാം അധ്യായം 11-ാം വാക്യം, മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു, അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 കൊമ്പ് എന്നുള്ള അത് ഉൽപ്പത്തി പുസ്തകത്തെ വെച്ച് നമ്മൾ പഠിക്കും. അപ്പം അന്ന് കഥാന്റെ മഹത്വ പ്രതിഷ്ഠയോട് ബന്ധത്തിലാണ് 2 കൊമ്പിനെ കാണിക്കുന്നത്. എന്നാൽ മധ്യാകാശ പ്രതിഷ്ഠ ശേഷം കുഞ്ഞാടിനെ അവിടെ വെളിപ്പെടുത്തുമ്പോൾ അവനെ 7 കൊമ്പ് കാണിക്കുന്നത് ആഗോള ദൈവസഭയിൽ നിന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന ശക്തിമാന്മാരായിരിക്കുന്ന, അഥവാ സാത്താനെ ജയിച്ച് അവിടേക്ക് എത്തിച്ചേർന്ന ജയാളികളെ ആകുന്ന കൊമ്പുകളെയാണ് കുഞ്ഞാടിന്റെ 7 കൊമ്പുകളുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് 11-ാം അധ്യായത്തിൽ 2 കൊമ്പുകൾ കഥാന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ജോസഫിന്റെ കുലങ്ങളായിരിക്കുന്ന എബ്രഹീമിനെയും മനശ്ശയെയും കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതേക്കുറിച്ച് ആ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. 2ാമത്തെ വരവുകൾ നടക്കുന്ന ഹർമോദൻ യുദ്ധത്തിൽ ക്രിസ്തുവിനോടുകൂടെ നിൽക്കുന്ന 2 കൊമ്പുകളുണ്ട്. അതേക്കുറിച്ച് അത് വെട്ടി ഓടിക്കും, ഭൂസിമാസങ്ങളൊക്കെ വെട്ടി ഓടിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം ഈ ഭാഗത്ത് 2 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം വ്യാഖ്യാനിക്കപ്പെടണം. ഇതെല്ലാം അർത്ഥങ്ങളുണ്ട്. ഒരു ഭാഗം കൊണ്ട് മാത്രമല്ല. ഞാൻ പറഞ്ഞ വെളിപ്പാട് പുസ്തകം പഠനം ദാനിയേൽ പ്രവചനമായിട്ട് കമ്പാരിസൺ സ്റ്റഡി അല്ല. നമ്മൾ ഉൽപ്പത്തി മുതൽ സങ്കീർത്തനങ്ങൾ, ഉത്തമഗീതങ്ങൾ, ഇതെല്ലാം നമ്മളെടുത്താണ് പഠിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാം കൂടി ഉൾപ്പെട്ടാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനം നമ്മുടെ ദൈവകൃപയെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുഞ്ഞാടിൻ്റെ 7 കൊമ്പിനെ കുറിച്ചുള്ള മനസ്സിലായി. എന്നാൽ 7 ഭൂമിയിലേക്ക് സഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ടെന്നതിനെ കുറിച്ചും നമ്മൾ നല്ല ചിന്തിപ്പാട്ടിടയാ തീർന്നു. അത് സർവ്വയിൽ അയച്ചിരിക്കുന്ന 7 കണ്ണുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധമാവുന്ന ദൈവിക തൃത്വം ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടാലും മരുഭൂമി ആയിക്കഴിഞ്ഞാലും ദൈവത്തിന്റെ ശേഷിപ്പായിരിക്കുന്ന, അഥവാ ദൈവസഭയുടെ ശേഷിപ്പായിരിക്കുന്ന ലോട് കർത്താവ് പറഞ്ഞു, ഞാനോ എല്ലാ നാളും ലോകാവസാനങ്ങളോട് കൂടിയിരിക്കുന്ന കർത്താവ് പറഞ്ഞു. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് അവൻ എന്ന് മുതൽ ശിഷ്യന്മാരെ വേർതിരിച്ച് ശുശ്രൂഷ തുടങ്ങിയോ അന്ന് മുതൽ നിത്യബന്ധമാണ് ദൈവത്തോട് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പം അതിന് മാറ്റമില്ലാത്ത, അത് ഒരിക്കലും മാറ്റമില്ലാത്ത. അപ്പോൾ യേശു ക്രിസ്തു ലോകത്തിൽ വന്നവരെ വേർതിരിച്ച് അന്ന് മുതൽ പറഞ്ഞു, ഞാനോ ലോകാവസാനം എല്ലാ നാളുകളും കൂടിയുണ്ട്. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ കർത്താവ് സാർവിശുദ്ധമായിട്ട് 2ാമത് വരും. പിന്നീട് പിരിയാത്ത ബന്ധമാണ്, എന്നേക്കുമുള്ള ബന്ധമാണ്. കർത്താവിൻ്റെ കൂടെ നമ്മൾ എത്തിച്ചേരുന്ന, നാം അവനോട് ചേരുന്ന അന്ന് മുതൽ നമുക്ക് നിത്യമായിരിക്കുന്ന ദൈവിക സാന്നിധ്യവും ആരാധനയും ദൈവകൃപയാണ് അനുഭവിക്കുന്നത്. മരിച്ചാലും തീരുന്നതല്ല നമ്മുടെ ആരാധന. ആത്മാക്കൾ പ്രദേശത്തിൽ പോയി ദൈവത്തെ മഹത്വപ്പെടുത്തുക. അല്ലെങ്കിൽ എവിടെയാണ് എത്തിച്ചേരുന്നത് അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തും. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വിട്ടുപോകുന്നില്ല. ശിഷ്യന്മാരെ ദൈവം വേർതിരിച്ചു, യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തുകയും ചെയ്യും. അപ്പോൾ 3 ദിവസത്തേക്കുള്ള കർത്താവ് പോകുന്നതിന് മുമ്പായിട്ട് അവരെ, മരിക്കുന്നതിന് മുമ്പായിട്ട് അവരെ ശക്തീകരിച്ചു, ബലപ്പെടുത്തി, അവർക്ക് വേണ്ട അപ്പവും മീനും കൊടുത്ത് അവരെ സന്തോഷത്തിൻ്റെ നിർത്തിയതിന് ശേഷമാണ് കർത്താവ് കഷ്ടം സഹിച്ചത്. അതിനുശേഷമായിട്ട് കർത്താവ് പോകുന്നതിന് മുമ്പായിട്ട് 10 ദിവസം മുമ്പായിട്ട് അവരെ വിട്ടുപിരിഞ്ഞപ്പോൾ അവിടെ മേൽ ആത്മാവിനെ ഊതി അവരോട് പറഞ്ഞു, താൽക്കാലികമായിട്ട് നിൽക്കാനുള്ള 10 ദിവസത്തെ അഭിഷേകം അവർ കൊടുത്തു. അതിനുശേഷം
50-ാം ദിവസം പരിശുദ്ധമായ ലോകത്തിൽ. അപ്പോൾ കർത്താവ് അനാഥരായി വിട്ടില്ല. അപ്പം യേശുക്രിസ്തു മരിക്കുന്നതിന് മുമ്പായിട്ട് അവരെ ബലപ്പെടുത്തി. അവൻ കർത്തൃമേശ നടത്തി, അപ്പവും വീഞ്ഞും കൊടുത്തു. ഒരു സന്തോഷത്തിൻ്റെ ഇത്രയും അതികഠിനമായിരിക്കുന്ന വിഷയം വരുമ്പോൾ അതിനെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ദൈവം അവർക്ക് സന്തോഷത്തിൻ്റെ അപ്പവും വീഞ്ഞും കൊടുത്തിട്ടാണ് കർത്താവ് കഷ്ടം സഹിച്ചത്. ശേഷം മരിച്ച ശേഷമായി കർത്താവ് ഉയർത്തിയതിനു ശേഷം അവരോട് കൂടെ പ്രത്യക്ഷപ്പെട്ട് അവരെ ബലപ്പെടുത്തി. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായി അവിടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളാൻ പറഞ്ഞു. അത് 10 ദിവസത്തേക്ക് വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ 50-ാം ദിവസം പരിശുദ്ധാത്മാവ് വന്നതോടുകൂടി ഞാൻ പറഞ്ഞത് ദൈവിക സാന്നിധ്യം നമ്മുടെ ഒരു നാളും കൈവിടത്തില്ല. എപ്പോഴും ദൈവ സാന്നിധ്യമുണ്ട്. ഇതിപ്പം അത് ഇപ്പോൾ പരിശുദ്ധാത്മാവുണ്ട്, നമ്മൾ എത്തിച്ചേർന്ന കർത്താവിനോട് കൂടിയാകുന്നു. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയാണ്. ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്നവരെയും കർത്താവ് കൈവിടുന്നില്ല. അവർക്ക് വേണ്ടിയാണ് ഭൂമിയിൽ കർത്താവിൻ്റെ കണ്ണ്, 7 ആത്മാക്കളാകുന്ന കണ്ണ് അവർക്ക് വേണ്ടി ദർശനത്തിന് അവരെ ദൃഷ്ടി വെച്ചവർക്ക് ആലോചന പറഞ്ഞു കൊടുത്ത് അവരെ നയിക്കാൻ വേണ്ടിയാണെന്നുള്ളത് യേശുവോട് സെഖര്യാവിന്റെ പ്രവചനം 3-ാം വാക്യത്തെ ആധാരമായി ചിന്തിച്ചിരുന്നു. ഞാൻ യോശുവയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കല്ലുണ്ടല്ലോ, ഒരേ കല്ലിന്മേൽ 7 കണ്ണുമുണ്ട്, ഞാൻ അതിൻ്റെ കൊത്തും. ഒരു ദിവസം ഞാൻ ദേശത്തിൻ്റെ അകത്യം പോക്കുമെന്ന് സൈന്യങ്ങളുടെ കൂടെയുള്ള പാട്. ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിൻ്റെ അകത്യം പോക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഇസ്രായേലിനുള്ള ബന്ധത്തിലാണ്. ഇസ്രായേലിനുള്ള ബന്ധത്തിൽ അവരുടെ പാപം ഇതുവരെ പോക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഒരു ദിവസത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ കുറ്റങ്ങളിലേക്ക് നോക്കുമ്പോൾ അന്ന് ദൈവം അവരോട് സകല പാവവും അവരോട് ക്ഷമിക്കുകയാണ്. അതാണ് ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിനകത്തിൽ പോക്കുമെന്ന് സൈന്യങ്ങളുടെ ഒക്കെ വാഴ്ച ചെയ്തിരിക്കുന്നത്. അതായത് ദൈവസഭ കാലാകാലങ്ങളിൽ നമുക്ക് ഓരോ ദിവസമാണ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നലെ രക്ഷിക്കപ്പെട്ട 89 അല്ലെങ്കിൽ നമ്മുടെ പല സമയങ്ങളിൽ അവർക്കൊക്കെ പാപം പോക്കിയത് അല്ലാതെ ഒരുമിച്ചല്ല. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു ദിവസത്തിൽ ഒരു ദേശത്തിൻ്റെ അകത്യം പോക്കുന്ന ഇസ്രായേലിനുള്ള ബന്ധത്തിലാണ് കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവത്തോട് അവർ ചെയ്തത് ദൈവം ക്ഷമിക്കും. അവിടെ പറയുന്നത് ഈ കണ്ണ് അവരെ സൂക്ഷിച്ചു നിർത്തുന്നു, അവർക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടും, ദൈവം അവരുടെ പാപങ്ങളെ ക്ഷമിക്കും. ഇതേക്കുറിച്ച് പഴയ പ്രവചനങ്ങളുടെ സെബന്യാവിന്റെ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ കണ്ണ് ഊടാടി സഞ്ചരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് യെരൂശലേം ദേവാലയത്തിന്റെ ആലയത്തോടുള്ള പണിയോടുള്ള ബന്ധത്തിലാണ്. 4-ാം അധ്യായം 10-ാം വാക്യം അല്പകാര്യം ദിവസത്തെ അർത്ഥിച്ചിരിക്കുന്നു. സെരുബാബേലിന്റെ സർവ്വഭൂമിയിൽ ഊടാടി ചെല്ലുന്ന യഹോവയുടെ 7 കണ്ണ് സെരുബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. അപ്പോൾ സെരുബാബേലിന്റെ കയ്യിൽ ഒരു തൂക്കുകട്ടയുണ്ട്, അത് പണിത് ഉയർത്താൻ വേണ്ടിയാണ് ദൈവത്തിന്റെ ആലയം പണിയപ്പെടും. പ്രവാസത്തിൽ വന്നവര് ആലയം പണിയും എന്നുള്ളതിന് വ്യക്തതയാണ് ഈ സെഖര്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതോടനുബന്ധമായി നമുക്ക് കാണാൻ സാധിക്കും ദൈവനഗരത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെടണം. അപ്പോൾ ദൈവനഗരത്തിന്റെ അകത്ത് പുതിയ യെരൂശലേമിന്റെ അകത്ത് ഉൾപ്പെടുന്നതിനെ കുറിച്ച് നമുക്ക് കാഴ്ചപ്പാടുണ്ട്. അവിടെ മന്ദിരമുണ്ട്. അത് കണ്ടില്ലെന്ന് അവർക്ക് കാണാൻ പറ്റത്തില്ല. കാണേണ്ട കാര്യം എന്താണെന്നറിയാമോ? അത്രമാത്രം അതിതേജസ്, ഈ സ്വർണ്ണ തേജസ്, ചന്ദ്ര തേജസ്, നക്ഷത്ര തേജസ്, ഇങ്ങനെ എല്ലാ രക്തങ്ങളും എല്ലാം കൂടി കൂടിയൊരു തേജസ്സാകുമ്പം ഇത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എന്നാൽ പുറമേ ഉള്ള ഒരു ഔട്ട്വ്യൂ മാത്രമാണ് യോഹന്നാൻ യോശുവയിൽ കണ്ടിട്ട് അതേക്കുറിച്ച് എഴുതുന്നത്. മതിലിനെക്കുറിച്ചും മതിലിൻ്റെ ഗോപുരങ്ങളെക്കുറിച്ച് അതാണ് എഴുതുന്നുള്ളൂ. അത് അതിൻ്റെ അകത്തേക്കുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങൾ പറയാൻ കഴിയാത്ത വണ്ണം അത് അത്രമാത്രം വർണ്ണാതീതമാണ്. അപ്പോൾ അതിനകത്ത് മന്ദിരമുണ്ട്. മന്ദിരത്തോട് ബന്ധപ്പെടുന്നു. നഗരത്തിന്റെ ഭാഗം പണിയപ്പെട്ടിട്ടില്ല. അപ്പോൾ നഗരത്തിന്റെയും നഗരമതിലിന്റെയും ഗോപുരങ്ങളുടെയും പണി പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയാണ് ഈ ദൈവത്തിന്റെ 7 ആത്മാക്കളാകുന്ന 7 കണ്ണ് ഭൂമിയിലേക്ക് പ്രവേശിപ്പോൾ. അത് ചിന്തിക്കരുത്, ഇവിടുന്ന് സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ദൈവം ഇവിടെ യാതൊരു നോട്ടവും ഇല്ല, ഇസ്രായേലോട് ബന്ധത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കരുത്. കാരണം ദൈവസഭയുടെ ശേഷിപ്പായിട്ടുള്ളവർ നഗരത്തിന്റെ ഭാഗമായി തീരാനുള്ളവരുണ്ട്, മതിലിന്റെ ഭാഗമായി തീരാനുള്ള പഴയ വിശുദ്ധന്മാരുണ്ട്, ഗോപുരങ്ങളുടെ ഭാഗമായി തീരാനുള്ള 144,000 പേരുമുണ്ട്. ഇവരെ തികച്ചെടുക്കേണ്ട ദൗത്യം പുത്രനായിരിക്കുന്ന കുഞ്ഞാടിനുള്ളതാണ്. അതുകൊണ്ടാണ് അവന്റെ കണ്ണുകൾ 7 ദൈവാത്മാക്കളാകുന്ന 7 കണ്ണുകൾ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും വിഷയം വ്യാഖ്യാനിച്ചതിനകത്തുനിന്ന് ഈ കുഞ്ഞാടിന്റെ 7 കൊമ്പും 7 കണ്ണും എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തുടർന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അവൻ വന്നു സിംഹാസനിരിക്കുന്നവന്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. ആരാണ്? കുഞ്ഞാടാം ദൈവം യേശു ക്രിസ്തുവിനെ, പുത്രനാം ക്രിസ്തുവിനെ, വചനവാൻ ദൈവത്തെ ഇവിടെ കുഞ്ഞാടിനോട് ബന്ധപ്പെടുത്തി അവിടെ കാണില്ല. അവിടെ ആടല്ലത്. ഈ ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഒന്നും നമ്മൾ മനസ്സിലാവും. അവിടെ കുഞ്ഞാടെന്ന് പറയുമ്പം
അവിടെ സ്വർഗത്തിൽ ആണെന്നല്ല എൻ്റെ അർത്ഥം. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് അറക്കപ്പെട്ട ദൈവകുഞ്ഞാടായതുകൊണ്ട് അവനെക്കുറിച്ച് സ്വർഗത്തിൽ പറഞ്ഞിരിക്കുന്ന പേര് കുഞ്ഞാടെന്നാണ്. യേശു ക്രിസ്തു വന്നെന്നാണ് എൻ്റെ അർത്ഥം, അല്ലാതെ ആട് വന്നെന്നല്ല എൻ്റെ അർത്ഥം. നമ്മളങ്ങനെ ചിന്തിക്കരുത്. 24 മൂപ്പന്മാർ എന്ന് പറഞ്ഞാൽ 4 ജീവികൾ എന്ന് പറഞ്ഞാൽ 4 ജീവികൾ, വ്യത്യസ്തമായ 4 ജീവികൾ എന്നല്ല. അത് ആത്മീയമായി അത് അടങ്ങിയിരിക്കുന്ന അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ് 4 ജീവികൾ എന്ന് പറയുന്നത്. എന്താണത്? കാളമുഖം, അല്ല സിംഹമുഖം, കാളമുഖം, മനുഷ്യമുഖം, കഴുകുമുഖം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പം ഇതെല്ലാടെ അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം കുഞ്ഞാടെന്ന് പറഞ്ഞാൽ തന്നെ അവിടെ അറക്കപ്പെട്ട ഒരു കുഞ്ഞാട്, തല അറുത്ത ഒരു കുഞ്ഞാട് അവിടെ വന്ന് സ്വർഗീയ പിതാവിൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങിയെന്ന് ചിന്തിക്കരുത്. അതവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ കുഞ്ഞാടാണ് അറുക്കപ്പെട്ടത്. കാരണം പഴയ നിയമത്തിൻ്റെ യാഗത്തിലെ പ്രധാന വസ്തു കുഞ്ഞാടായിരുന്നു. മനുഷ്യനെ ദൈവത്തെ അടുപ്പിക്കാൻ വേണ്ടിയുള്ള പരമയാഗമായി തീർന്ന കുഞ്ഞാടിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഇവിടെ കുഞ്ഞാടെന്ന് പറയുന്നത്. ഇതെല്ലാം കണ്ടിട്ട് നമ്മളൊരിക്കലും ഈ എല്ലാവരും പടം വരച്ച് നോക്കുകയാണെങ്കിൽ തയ്യാറെടുക്കപ്പെട്ട കുഞ്ഞാടിങ്ങനെ വന്ന പുസ്തകം വായിക്കുന്ന രീതി ചിന്തിക്കുകയരുത്. അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അല്ലാതെ യേശു ക്രിസ്തു അങ്ങനെ ഇവിടെ ആടായിട്ട് നിൽക്കുന്നത് ചിന്തിച്ചു വെക്കരുത്. എന്താണെന്നോ എൻ്റെ ആത്മീയ അർത്ഥതലം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇത് രേഖപ്പെടുത്തിയത്. 4 ജീവികൾ എന്ന് പറയുമ്പോഴത്തേന് ഇങ്ങനെ സിംഹവും കാളയും അതുപോലെ തന്നെ കഴുകുമുഖവും മനുഷ്യമുഖവുമുള്ള ഒരു ജീവിയല്ല അവിടെ. അതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥവ്യാപ്തി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അത് അങ്ങനെയാണ് വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ ഈ വാങ്ങിയപ്പോൾ 4 ജീവികൾ 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർക്കം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന് മുമ്പാകെ വീണു. അപ്പോൾ ഈ ആദ്യം നമ്മൾ കണ്ടെന്ന് 24 മൂപ്പന്മാർ അവരുടെ തലയിൽ പൊൻകിരീടധാരികളാണെന്നുള്ളതാണ്. അവ പൊൻകിരീടധാരികളായിരിക്കുന്ന അവര് സിംഹാസനത്തിൽ ഇരുന്ന ശേഷമായി പിതാവാൻ ദൈവത്തെ നമസ്കരിക്കുന്ന ബന്ധത്തിൽ അവിടെ കിരീടങ്ങളെ താഴെയുള്ള ദൈവത്തെ ആരാധിക്കുന്നു. എന്നാൽ ഇവിടെ കയ്യിൽ, ഈ മൂപ്പന്മാരുടെ കയ്യിൽ ഇരിക്കുന്നത് ധൂപവർക്കം നിറഞ്ഞ പിതാവാൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ അധികാരം, കിരീടത്തെ കാണിക്കുന്നെങ്കിൽ ഈ കുഞ്ഞാടാം ദൈവത്തോട് അഥവാ പുത്രനാകുന്ന ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ദൈവസഭയെ വെളിപ്പെടുത്തുമ്പോൾ ശുശ്രൂഷയുള്ള ബന്ധത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിനാണ് 4 ജീവികളും 24 മൂപ്പന്മാർ ഓരോരുത്തന് വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ധൂപവർക്കം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട്. ഇവരുടെ ഈ പുത്രനോടുള്ള ബന്ധത്തിൽ ദൈവസഭ വെളിപ്പെടുത്തുമ്പോൾ 24 മൂപ്പന്മാരുടെ കയ്യിലിരിക്കുന്നത് വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന നിറഞ്ഞ ധൂപവർക്കം നിറഞ്ഞ പൊൻകലശവുമാണ് അവിടെ ഇരിക്കുന്നത്. ശുശ്രൂഷയാണ് കാണിക്കുന്നത്. കുഞ്ഞാടിനോട് ബന്ധം ശുശ്രൂഷ കാണിക്കുന്നു. അധികാരത്തോടുള്ള ബന്ധത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന പൊൻകിരീടത്തെ കാണിക്കുന്നു. തേജസ്സിനോടുള്ള ബന്ധത്തിൽ 7 ദീപങ്ങൾ വെളിപ്പെടുത്തുന്നു. ഇതൊക്കെ വ്യാഖ്യാനിക്കുന്നതിനകത്ത് ഒരു ദുരുപദേശം അടങ്ങിയിരിക്കുന്നില്ല കേട്ടോ. ആരെയും വഞ്ചിക്കുന്നതോ നശിപ്പിച്ച് കളയുന്ന ദുരുപദേശം ആശയങ്ങളൊന്നും ഇതിനകത്തുള്ളത്. സത്യസന്ധമായിട്ടുള്ള ഉപദേശങ്ങളാണ്. അല്ലാതെ ഒരു കലർപ്പുമില്ലാത്ത കാര്യമായിട്ടുള്ള വിശ്വസിക്കാൻ പറ്റുന്ന അതിനെ അംഗീകരിക്കാൻ യോഗ്യമായ വചനം തന്നെയാണ് വ്യാഖ്യാനിച്ചു പോകുന്നത്. ഇനി എന്താണ് വീണകൾ, എന്താണ് ഈ ധൂപവർക്കം എന്നുള്ളത് മനസ്സിലാക്കണം. വീണകൾ പിടിച്ചിരിക്കുന്ന 2 സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, 24 മൂപ്പന്മാർ വീണകൾ പിടിച്ചിരിക്കുന്നു. രണ്ടാമത് വീണ പിടിച്ചിരിക്കുന്ന ആരെന്നറിയാമോ? രണ്ടാമത് വീണ പിടിച്ചിരിക്കുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് 15-ാം അധ്യായം 2-ാം വാക്യത്തിലാണ്. 15-ാം അധ്യായം ഇതിനൊക്കെ അർത്ഥവ്യാപ്തിയുണ്ട്. 15-ാം അധ്യായം 2-ാം വാക്യം ഇവിടെ കാണിച്ചിരിക്കുന്നത് തീ കലർന്ന പളുങ്കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചും കൊണ്ട് പളുങ്കടലിനരികെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ വീണകൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഒരു കൂട്ടരെ അവിടെ കാണിക്കുകയാണ്. തീ കലർന്ന പളുങ്കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്കടലിനരികെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഈ വീണകൾ പിടിക്കുന്നത് വൈണികന്മാർ വീണ വെട്ടുന്ന പോലെ പിടിക്കുന്നത് വീണയുള്ളത് 144,000 പേർക്കാണ്. അപ്പോൾ ഇവിടെ കൈവശവും വീണകളുണ്ട്. ആരുടെ കൈവശമാണ് വീണയുള്ളത്? വീണകളുള്ളത് രണ്ട് കൂട്ടരുടെയിലാണ്. ഒന്ന്, 24 മൂപ്പന്മാർ പ്രധാന ആദിജാതന്മാരുടെ സഭയിൽ വീണകളുണ്ട്. 2, 144,000 പേരുടെ കയ്യിലും വീണകളുണ്ട്. ഇവർ 2 കൂട്ടരും ജയാളികളാണ്. അവര് ജയിക്കുന്നവരാണ്. അത് 2 ആധിപത്യത്തെയാണ് കാണിക്കുന്നത്. 2 ആധിപത്യം. വീണകൾ പിടിക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. വീണ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമല്ലോ. ഒരു സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ
അത് ഈ ഇന്ത്യൻ സിസ്റ്റത്തിൽ വീണയുണ്ട്. മടിയിൽ വെച്ച് ഒരു സ്ട്രിങ്സ് വെച്ച് വായിക്കുന്ന ശബ്ദം എത്തുന്നതുകൊണ്ട്. മറ്റുള്ള പാശ്ചാത്യ രീതിയിലാണ് വയലിൻ പോലുള്ള സാധനങ്ങൾ. പിന്നെ അതിവിടെ ഏത് വീണെന്ന് ഉപയോഗിക്കുമ്പോൾ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവർ ജയാളികളാണ് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് വീണകൾ ഇവർ പിടിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത്. ഇപ്പം അതൊരു പ്രത്യേക സംഗീത ഉപകരണമാണ്. വീണ പിടിക്കാനുള്ള അധികാരം 24 മൂപ്പന്മാർക്കും 144,000-നുമാണ് ഉള്ളത്. അവരാണ് നിൽക്കുന്നത്. ഇവിടെ അവർ നിൽക്കുന്നത് തീ കലർന്ന പളുങ്കടൽ പോലെ. ഞാൻ അവിടെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. അത് ഇപ്പോൾ ഇവിടെ വ്യാഖ്യാനിക്കുന്നില്ല. അന്ന് നമ്മൾ പിന്നെ തീ കലർന്ന പളുങ്കടലിനെ ഞാൻ കാണിക്കുന്നത് രക്തസാക്ഷ്യത്തെ കാണിക്കുക, തീ കാണിക്കുക, രക്തസാക്ഷ്യത്തെ കാണിക്കുക. അതാണ് തീ കാണിച്ചിരിക്കുന്നത്. പുള്ളിയുടെ കൈ വീണകളുണ്ട്. ഇപ്പൊ ജയാളികളാണ് വീണകൾ പിടിക്കുന്നത് ജയാളികൾ. ഇപ്പം 24 മൂപ്പന്മാർ ഏതാണ് ജയാളികൾ? സാത്താനോട് പോരാടി ജയിക്കുന്നവരാണ് 24 മൂപ്പന്മാർ ആദിജാതന്മാരുടെ സഭകൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിൽ എതിർക്രിസ്തുവിനോട് ജയിക്കുന്ന, അഥവാ എതിർക്രിസ്തുവിന്റെ പേരിനോട് അവന്റെ സംഖ്യയോട് അവനോട് ജയിക്കുന്നവരാണ് ഇസ്രായേലിന്റെ 144,000. അവരാണ് വീണകൾ പിടിക്കുന്നത്. രണ്ട് കൂട്ടരാണ് വീണകൾ പിടിക്കുന്നത്. ഒന്ന് 24 മൂപ്പന്മാർ എന്നുള്ളത് ആദിജാതന്മാരുടെ സഭയാണ്. അവർ ജയിക്കുന്നത് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന കറുത്ത ശക്തിയായിരിക്കുന്ന സാത്താനെ ജയിക്കുന്നവരാണ്. നമ്മളാണ് സാത്താനെ ജയിക്കുന്നവർ. നമ്മുടെ സാക്ഷ്യം വചനം മുഖാന്തരമായി കുഞ്ഞാൻ രക്തം കൊണ്ട് നാം എന്ത് ചെയ്യുന്നു? അവനെ ജയിച്ചു. അപ്പോൾ ഭൂമിയുടെ ആദ്യഫലമാകുന്ന 144,000 അവരും വീണകൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അവർ വീണകൾ പിടിക്കുന്നവരാണ്. 15-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവരെ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന അവർ മോശയുടെ പാട്ട് പാടുന്നു, കുഞ്ഞാടിൻ്റെ പാട്ട് അവിടെ ചെന്ന് പഠിക്കുന്നു. അതൊക്കെ വളരെ വ്യക്തമാണ് ഇതാരാണെന്നുള്ളത്. അതിനു വേണ്ടിയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അവർ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പഠിച്ചെന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥമാണ് അവർക്ക് മോശയുടെ പാട്ട് അറിയാം. എന്നാൽ കുഞ്ഞാടിൻ്റെ പാട്ട് അവർ അവിടെ ചെന്നിട്ടാണ് പഠിക്കുന്നത്. അവരെ പഠിപ്പിക്കും. എത്ര വ്യക്തതയോടെ ബൈബിളിൽ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ എന്നാണെന്ന് അറിയാതെ നമ്മൾ കിടന്ന് നോക്കിയാൽ ഇത് മനസ്സിലാകത്തില്ല. വീണകൾ പിടിച്ചു വെറുതെ വീണകൾ പിടിച്ചു വേണമെങ്കിൽ പാട്ട് എഴുതാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് വീണ കൊണ്ട് ഉദ്ദേശിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കണം. ഇതാണ് വീണകൾ പിടിക്കുന്ന അർത്ഥം. എന്താണ് കാണിച്ചിരിക്കുന്നത്? ജയാളികളെ കാണിക്കുന്നു. രണ്ടു കൂട്ടർ ജയാളികളല്ലേ? രണ്ടു കൂട്ടർ ജയാളികളാണ്. അപ്പം സഭ, ആദിജാതന്മാരുടെ സഭ ഏതിൻ്റെ ജയാളിയാണ്? സാത്താനെ ജയിക്കുന്നവരാണ്. ദൈവസഭ, ഇപ്പോഴുള്ള ദൈവസഭ പരിശുദ്ധാത്മാവിനെ എന്തിനാണ് വന്നിരിക്കുന്നത്? സാത്താനെ ജയിച്ച് ജയാളികളായി തീരാൻ വേണ്ടിയാണ്. എന്നാൽ ഭൂമിയുടെ ആദിഫലമാകുന്ന ഇസ്രായേലിന്റെ 144,000 അവർ അന്നാരെ ജയിക്കുന്നത്? എതിർക്രിസ്തുവിനെയാണ് ജയിക്കുന്നത്. അപ്പോൾ അവരും വീണകൾ പിടിക്കുന്നു. അപ്പോൾ വീണകൾ പിടിച്ചതിൻ്റെ അർത്ഥം, അതിൻ്റെ വ്യാഖ്യാനം വചനപരമായിട്ടുള്ള രീതിയിൽ ശരിയാകുന്നു എന്നുള്ളതിൻ്റെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സഭശിക്ഷണ ആദിഫലമായ ആദിജാതന്മാരുടെ സഭ സാത്താനെയും അവൻ്റെ ഒന്നുകളെയും പരാജയപ്പെടുത്തി ജയാളികളാകുന്നവരാണ്. ഭൂമിയുടെ ആദിഫലമായ ഇസ്രായേൽ യുവത്തിൽ നിന്ന് രക്തസാക്ഷികളെ 144,000 പേര് മൃഗത്തെയും അവൻ്റെ കൂട്ടരെയും ജയിക്കുന്നവരാണ്. ഇതാണ് രണ്ടു കൂട്ടർ വീണകൾ പിടിച്ചു കാണിക്കുന്നത്. അവർ വീണകൾ പിടിച്ചെന്ന് പറഞ്ഞാൽ ജയാളികൾ ആ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്ന അവർ ഏറ്റവും മനോഹരമായ രീതിയിൽ ജയാളികളാക്കുന്നവർ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർ, ആരാധനയിൽ മുമ്പ് നിൽക്കുന്നവരാന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യഫലം പ്രത്യേകം ഒരു ഗ്രൂപ്പാണ്. അവരാരാധിക്കുന്നവരാണ്. അവരെല്ലാം ശ്രേഷ്ഠമേറിയ ജയാളികളാണ് ആദിജാതന്മാരുടെ സഭ. അവരെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവര് ധൂപവർക്കം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടും ഭാഗ്യമുണ്ട്. എന്താണ് ധൂപകലശം നിറഞ്ഞ പൊൻകലശം എന്ന് പറയുന്നത്? ധൂപവർക്കം നിറഞ്ഞ പൊൻകലശം എന്താണ്? ദൈവസഭ എടുക്കപ്പെടുന്നവരെയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രനാകുന്ന ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവസഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെല്ലാം സ്വർഗാസുഖത്തിൽ എത്തുന്നത് 24 മൂപ്പന്മാരുടെ കൂടെയാണ്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ നമുക്ക് കൈമാറുകയാണ്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന ഇതെല്ലാം സ്വർഗാസുഖത്തിൽ എത്തിച്ചേരുന്ന പരിശുദ്ധമാവ് അത് എത്തിക്കുന്ന പ്രാർത്ഥനകൾ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രനാണ് നിർവഹിക്കുന്നെങ്കിൽ, സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മളിലൂടെയാണ്, അഥവാ ആദിജാതന്മാരുടെ സഭയിലൂടെയാണ് ഈ പ്രാർത്ഥന പിതാവിന്റെ സന്നിധിയിലേക്ക് എത്തുന്നത്. അത് പുത്രനോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ ശുശ്രൂഷയെക്കാണ്. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച്
നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന വിഷയം സമർപ്പിക്കുകയാണെങ്കിൽ അന്ന് ഭൂമിയിൽ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾ നമ്മളിലൂടെ ആയിരിക്കും പിതാവിന്റെ സന്നിധിയിൽ എത്തിച്ചേരുന്നത്. പുത്രനാം യേശു ക്രിസ്തുവിന്റെ ആ ശുശ്രൂഷയിൽ നാം പങ്കാളികളാകുക. അപ്പോൾ യേശുവിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാനുള്ള അധികാരമുണ്ട്, അവന്റെ ശുശ്രൂഷകളുടെ അധികാരം. ഇത്രയൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ സംശയിക്കും അല്ലേ? ഇത്രമാത്രമൊക്കെ പദവി നമുക്കുണ്ടോ? ഇത്രയ്ക്കൊക്കെയുള്ള യോഗ്യത നമുക്കുണ്ടോ അല്ലേ? ആർക്കെങ്കിലും ഇത് കേട്ടപ്പോൾ സംശയം തോന്നിയിട്ടില്ലേ? എനിക്ക് ചിലരുടെ മനസ്സൊക്കെ മനസ്സിലാക്കാൻ പറ്റിക്കൊണ്ടോ ഇത് കേൾക്കുമ്പോൾ? ഇത്രയൊക്കെ നമുക്ക് കിട്ടുമോ? ഇങ്ങനെയൊക്കെയുള്ള പദവി ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നവർ അവിടെ ചെന്ന് വിശുദ്ധമായ പ്രാർത്ഥന എല്ലാം വഹിച്ച് അതെല്ലാം സ്വർഗീയ പിതാവിൻ്റെ കയ്യിലേക്ക് എത്തിക്കുന്നത് നമ്മളാണെന്നൊക്കെ പറഞ്ഞത് അംഗീകരിക്കപ്പെടാൻ പറ്റുമോ എന്ന് ചിന്ത വരും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ മകനീയ പദവിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാ ദൈവം തന്നെ ഇവിടെ വന്നു തൻ്റെ ജീവൻ തന്നു നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. ചെറിയൊരു കാര്യം ചെയ്യാനായിരുന്നെങ്കിൽ യേശു വന്ന് മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. വാക്കുകൊണ്ട് സകലത്തും സൃഷ്ടിക്കാമായിരുന്നു. നക്ഷത്രങ്ങളെയും ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കാൻ വേണ്ടി അവൻ്റെ വാക്ക് മതിയായിരുന്നു. എന്നാൽ അവനോട് സദൃശമായിത്തീരുന്ന അധികാരത്തോടും ശുശ്രൂഷയോടും ദൈവിക തേജസ്സിനോടും ഉള്ള എത്തിച്ചേരാനുള്ള ഒരു കൂട്ടം സൃഷ്ടിയിൽ അതിശ്രേഷ്ഠമായ സൃഷ്ടിയെ വിലയ്ക്ക് വാങ്ങുവാൻ പണിതെടുക്കാൻ വേണ്ടിയാണ് കർത്താവായ ദൈവം ലോകത്തിൽ വന്ന് ജീവൻ തന്നത്. അതുകൊണ്ടാണ് അത്രമാത്രം വിലയേറിയത് കൊണ്ട് നമുക്കിത് വിലയേറിയുള്ളത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലർക്കും ഇതിൻ്റെ ആഴവും പരപ്പും ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നിർവികാരികളായി തീരാറുള്ളത്. നമുക്കതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടുള്ള വിഷയം നമ്മുടെ ഭൗതിക വിഷയങ്ങളാണ്. ഞാൻ നിങ്ങളെല്ലാവരും ഉൾപ്പെടുന്ന നമ്മുടെ എല്ലാം പ്രാർത്ഥനയുടെ മെയിൻ മുഖ്യ വിഷയവും ഭൗതിക വിഷയമാണ്. അത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ ആവശ്യം അതാണ്. നമ്മൾ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ജീവിക്കുക എന്നുള്ളതാണ് പ്രധാന നമ്മുടെ ലക്ഷ്യം. എന്നാൽ അതിനപ്പുറമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. ഇതെല്ലാം താൽക്കാലികമാണ്. ഇവിടെ തിന്നു കുടിച്ച് ഇവിടെ മരിക്കാനായിരുന്നെങ്കിൽ യേശു വേണ്ടായിരുന്നു. അതിനെന്തെല്ലാം മാധ്യമങ്ങളുണ്ടായിരുന്നു. ഇവിടെ തിന്നു കുടിച്ച് ജീവിച്ച് ഇവിടെ ലോകത്തെ വെട്ടിപ്പിടിച്ച് ജീവിക്കാനാണെങ്കിൽ എന്തെല്ലാം മാർഗമുണ്ട്. ക്രിസ്തു വേണ്ട, യേശു വേണ്ട, യേശുവിനെ നമുക്ക് ആവശ്യമില്ല ആയിരുന്നു. ഈ ലോകത്തിൻ്റെ ദൈവത്തെ സേവിച്ചാൽ മതി, ഇതെല്ലാം നടക്കും. എത്രയോ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കതല്ല, നമുക്കിവിടെ വേണം. പക്ഷേ നമുക്ക് ഏറ്റവും പരമപ്രധാനമായത് നമുക്ക് മാത്രമല്ല, ലോകത്തിലുള്ള സകല മനുഷ്യരെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് കർത്താവ് സകല മനുഷ്യർ സൃഷ്ടിച്ചത് ജാതികളെ തിരിച്ചതയും സൃഷ്ടിച്ചിട്ടില്ല, ഓരോരുത്തരെ മാറ്റി നിർത്തിയിട്ടില്ല. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അതിനുള്ള അവകാശമുണ്ട്. ജാതികളെന്നും ഭാഷകളെന്നും വംശങ്ങളെന്നും ഗോത്രങ്ങൾ ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവയുടെ മതം സ്ഥാപിച്ചിട്ടില്ല. യേശു വന്ന് മതം സ്ഥാപിക്കാനല്ല വന്നത്. ക്രിസ്തു വന്നത് സഭ സ്ഥാപിക്കാനാണ് വന്നത്. യേശു വന്ന് സഭ സ്ഥാപിച്ചിട്ടില്ലെന്ന് ഞാൻ പറയുന്നത്, സഭ ദൈവം സ്ഥാപിച്ചിട്ടുണ്ട്. സഭ എന്ന് പറഞ്ഞാൽ വിളിച്ചു വേദനിക്കപ്പെട്ട ഒരു കൂട്ടത്തെയാണ് സഭ എന്ന് പറയുന്നത്. അത് വംശങ്ങളെന്നും ഗോത്രങ്ങളെന്നും ഭാഷകളെന്നുള്ളത്. ഇറ്റ്സ് നോട്ട് എ ബയോളജിക്കൽ ഗ്രോത്ത്. അപ്പോൾ ജനിച്ച് വരുന്ന ആൾക്കാരെ കൂട്ടുന്ന ഒരു പ്രസ്ഥാനമല്ല ദൈവസഭ. വിളിച്ചു വേദനിക്കപ്പെടുന്ന ഒരു കൂട്ടമാണ്. മറ്റുള്ള മതങ്ങളെല്ലാം ബയോളജിക്കലായിട്ടുള്ള ഗ്രോത്താണ് ഉണ്ടാകുന്നത്. അപ്പനും മക്കളും ജനിച്ചു വരുന്നതും ഏത് മതത്തിലാണോ അതിലേക്ക് പോകുന്നു. എന്നാൽ അതിൽ നിന്ന് വീണ്ടും ജന്മം പ്രാപിക്കുന്നവരാണ് ദൈവസഭ. നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ച നമ്മുടെ കൂട്ടത്തിൽ സഭ വരുന്നതിനെ ഞാൻ അതിനെ എതിർക്കുന്നല്ല പറയാം. അത് ബയോളജിക്കൽ ഗ്രോത്തിനേക്കാൾ കൂടുതലായിട്ടുള്ളത് സ്പിരിച്വൽ ഗ്രോത്താണ് എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള ജനനം. അങ്ങനെയല്ലേ നമ്മളെല്ലാം വന്നിരിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് നമുക്ക് ഏതെല്ലാം ഭാഗത്തിൽപ്പെട്ടവരുണ്ടല്ലേ? ഈ സന്ദേശം കേൾക്കുന്ന എത്രയോ ജാതികളെന്നും വംശങ്ങളെന്നും ഗോത്രങ്ങളെന്നും ഉള്ളവരുണ്ടല്ലേ? എല്ലാ വംശങ്ങളെന്നും ഗോത്രങ്ങളെന്നും ഭാഷകളെന്നും ദൈവസഭയ്ക്കാണെന്നാണ് ഒരാളെങ്കിലും കാണും. അതുകൊണ്ടാണ് സകല ജാതിയുടെ ഇടയിലും സുവിശേഷം അറിയിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി അത് ഞാനത് നമുക്ക് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, അങ്ങ് പറഞ്ഞിരിക്കുന്നത് അതാണ്. നമ്മൾ കാണുന്ന ഏതെങ്കിലും ജാതികൾ അത് വരത്തില്ല എന്ന് വിചാരിച്ചാലും അത് അവരൊന്ന് ഒരാളെങ്കിലും ദൈവം കൊണ്ടുവന്നിരിക്കും. കാരണം കർത്താവിന്റെ വചനത്തിന് മാറ്റം വരാനില്ല, മാറ്റം വരത്തില്ല, അത് വന്നിരിക്കും. ലോകത്തിലുള്ള സകല ഭാഷകളൊന്നും ദൈവസഭയിൽ പ്രദാനം ചെയ്യുന്നവരുണ്ടായിരിക്കും. ദൈവത്തിൻ്റെ സഭ ദൈവം സ്ഥാപിച്ചു. ദൈവം മതം സ്ഥാപിച്ചിട്ടില്ല. മതമല്ല ദൈവം സ്ഥാപിച്ചത്, സഭയാണ്. വിളിച്ചു വേദനിക്കപ്പെട്ട ഒരു കൂട്ടത്തെയാണ് ദൈവം സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിളിച്ചു വേദനിക്കപ്പെട്ട ഒരു കൂട്ടത്തിൽ പെടുമ്പോൾ അവരുടെ അധികാരവും അവരുടെ വലിയ സ്ഥാനവും ഒക്കെ കേൾക്കുമ്പോൾ ഇത്രമാത്രം നമുക്കുണ്ടോ എന്നിപ്പോൾ ഞാൻ പറയുമ്പോൾ നമ്മളവിടെ ചെന്ന് നമ്മളാണ് പിന്നെ യേശു ക്രിസ്തുവിന് പകരമായിട്ട് ഈ വിശുദ്ധമായ പ്രാർത്ഥന മുഴുവൻ സ്വീകരിച്ച് പിതാവിനെ ഏൽപ്പിക്കുക പറയുമ്പോൾ അയ്യോ, ഇത്രയും വലിയ ദുരുപദേശം ഞങ്ങൾക്ക് ഇനി കേൾക്കണ്ടെന്ന് പറയാറില്ല. നിങ്ങൾ കേൾക്കുന്നതേ വേണ്ട, കുഴപ്പമൊന്നുമില്ല. സത്യമേതാ. കാരണം
കുഞ്ഞാടിൻ്റെ സിംഹാസനം നമുക്ക് ഇരുത്താമെന്ന് പറഞ്ഞത് നമ്മളെ സൂക്ഷിക്കുന്നത് പങ്കാളികളാക്കി തീർക്കുക. അതുകൊണ്ടാണ് കർത്താവിനെ അവിടെ യേശുവിനെ അവിടെ വെളിപ്പെടുത്താതിരിക്കുന്നത്. കർത്താവിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പുസ്തകം തുറക്കാൻ വേണ്ടി പുസ്തകം വായിക്കുമ്പോൾ തന്നെ ഈ പുത്രൻ്റെ കൂടെ ചേരുന്ന അവനോട് സദൃശന്മാരായിരിക്കുന്നതുകൊണ്ട് ശുശ്രൂഷ വെളിപ്പെടുത്തുകയാണ്. ഇവര് വീണകൾ പിടിച്ചിട്ടുണ്ട്, ജയാളികളാണ്. കുഞ്ഞാട് ജയാളിയായതുപോലെ അവൻ ജയിച്ച് പിതാവിന് സിംഹാസിരുന്ന പോലെ നിങ്ങളും ജയിച്ച് എൻ്റെ സിംഹാസിരിക്കും. അത് വീണയെ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്ന ഏറ്റവും ഗാംഭീര്യമുള്ള ആ വീണനാദം അവിടെ മീട്ടുവാൻ ഭാഗ്യമുള്ളവരാണ് 24 മൂപ്പന്മാർപ്പെടുന്ന ആദിയാകന്മാർ സഭ. 2 പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ധൂപവർക്കത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവസഭ അവിടെ എത്തിക്കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ മാറ്റങ്ങൾ കണ്ടല്ലോ. ആരാധിച്ചുകൊണ്ടിരുന്നവര് സാറാഫുകൾ പിന്മാറിക്കൊടുത്തു. ആദിയാകന്മാരുടെ സഭ അവിടേക്ക് എത്തിച്ചാണ്. 24 മൂപ്പന്മാർ സിംഹാസനത്തിരുന്നു, കുഞ്ഞാടിൻ്റെ അധികാരത്തിലുള്ള ബന്ധത്തിൽ ചേർന്നു. യേശു ക്രിസ്തു കുഞ്ഞാടാൻ ദൈവം പിതാവിൻ്റെ വലം കൈയെന്ന പുസ്തകം വാങ്ങി പ്രാർത്ഥനയുടെ ധൂപവർക്കം, പ്രാർത്ഥന എത്തിച്ചേരുന്ന പിതാവിൻ്റെ സന്നിധിയിലേക്ക് അത് എത്തിച്ചേരുന്നത് സഭയിലൂടെയാണ് എത്തിച്ചേരുന്നത്. അതിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ദൈവത്തെയും അവൻ്റെ ഭക്തന്മാരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുപ്രധാന കണ്ണിയാണ് പ്രാർത്ഥന. പ്രാർത്ഥനയാണ് നമ്മളെ ബന്ധിപ്പിക്കുന്ന സുപ്രധാന കണ്ണി. പ്രാർത്ഥിക്കും തോറും നമുക്ക് ആ കണ്ണി മുറിയാതിരിക്കുക. നമ്മൾ ഉറക്കത്തിലും എഴുന്നേൽക്കുമ്പോഴും വരുമ്പോഴും പോകുമ്പോഴും എല്ലാം ദൈവമേ എന്നുള്ള ചിന്ത എപ്പോഴും നല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലോറിയുടെ പുറകെ പോയപ്പോൾ അതിൻ്റെ പുറകിൽ അതിൻ്റെ ആക്സിഡൻ്റെ പുറകിൽ അവർ ദൈവമേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് വായിച്ചു. അപ്പം ഞാൻ മനസ്സിലാക്കി ആര് വണ്ടിയുടെ പുറകെ പോയാലും ദൈവമേ എന്ന് വായിക്കും. അതൊരു അവരെഴുതിയിരിക്കുന്ന ദൈവമേ എന്നാണ്. അപ്പം ആരിൻ്റെ പുറകെ പോയാലും എന്ത് ചെയ്യും? ദൈവമേ എന്ന് വായിക്കും. അപ്പം അത് എഴുതിയിരിക്കുന്നത് ദൈവം എന്ന് പറഞ്ഞ് രക്ഷിക്കണം. അവൻ ഇത്രയും ഭാരമേറിയ വണ്ടിയോ കയറ്റം കയറിക്കൊണ്ടിരിക്കുക പോകൊണ്ടിരിക്കുക, പുറകോട്ട് വരരുത്. എൻ്റെ ദൈവമേ എന്ന് നീ അത് വായിച്ചെങ്കിലും ഒന്ന് ഓർപ്പിക്കണം. അതിന് വേണ്ടി എഴുതിയിരിക്കുന്നത്. ഇപ്പം ചില എഴുത്തുകളൊക്കെ നമ്മളെ ചിലപ്പോൾ ഓർപ്പിച്ചുണർത്തും, ഇല്ലേ? ഓർപ്പിച്ചുണർത്തും. ആ ദൈവം എന്ന് പറഞ്ഞാൽ ഞാനത് എൻ്റെ മനസ്സിൽ, അപ്പം ഞാനത് ദൈവത്തെക്കുറിച്ച് ഓർത്തില്ലെങ്കിൽ പോലും ഈ ഭാരമേറിയ വണ്ടി എൻ്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ, ഞാനെൻ്റെ പുറകെ കൂടെ പോയപ്പോൾ ഞാനത് എൻ്റെ ചിന്ത അതിലേക്ക് വന്നു. ഞാനത് വായിച്ചു, ദൈവമെന്ന് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് അന്നേരെ ദൈവം ചിന്ത വന്നു. എന്ന് പറഞ്ഞ അർത്ഥം നമുക്ക് യാത്ര ചെയ്യുമ്പോഴും നമ്മൾ നടക്കുമ്പോഴും കിടക്കുമ്പോഴും പോകുമ്പോഴും ഒക്കെ നമുക്ക് ദൈവമായുള്ള ബന്ധമുണ്ടായിരിക്കണം. അതാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നമ്മൾ സംസാരിക്കണം. അതെപ്പോഴും നമ്മൾ നാവ് കൊണ്ട് സംസാരിക്കണമെന്നില്ല. ഞാൻ ഹൃദയം കൊണ്ട്, അത് ആത്മാവിൽ പ്രാർത്ഥിക്കും. ഞാൻ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും. ബുദ്ധിയോട് പ്രാർത്ഥിക്കാനാണ് പൊതുവെയുള്ള പ്രാർത്ഥന. നമ്മൾ പൊതുവെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അറിയാം, പ്രാർത്ഥനയെക്കുറിച്ച് അറിയാം. നമുക്കെല്ലാവരും പ്രയർ ലൈൻ ഫാമിലി മെമ്പേഴ്സാണ് അറിയാം. ഇത് കേൾക്കുന്നവർക്ക് പ്രാർത്ഥന നമുക്ക് പല രീതിയുണ്ട്. പ്രാർത്ഥന നമ്മൾ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല, അവർ ആമയം പറയാത്ത രീതിയിൽ. അപ്പം അതിനകത്ത് അന്യഭാഷ പ്രാർത്ഥിച്ച് ആമയം പറയാൻ പറ്റത്തില്ല. അവരെന്താ പ്രാർത്ഥിച്ച നമുക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അന്യഭാഷ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അന്യഭാഷ അവർ തിരിച്ചറിയുന്നില്ല. നമുക്ക് ആമയം പറയാൻ പറ്റില്ല. അവർ ഓരോരുത്തരും ഓരോ ഭാഷയിൽ ദൈവത്തിനോട് സംസാരിക്കുന്നു. അത് നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കും. ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. നമ്മൾ മൗനമായിട്ട് കിടക്കയിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കും. നമുക്ക് ധ്യാനിക്കാം. യാത്ര ചെയ്യുമ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒച്ച വെച്ച് പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. ആരും കേൾക്കണ്ട. ഞാനും ദൈവമായിട്ട് ബന്ധത്തില്ല. ജോലി ചെയ്യുമ്പോൾ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം, നമുക്ക് സ്തോത്രം ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ പ്രാർത്ഥന ഇടമൊഴിയാത്തൊരു കണ്ണിയാണ്. അപ്പോൾ അങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അതിൻ്റെ തെളിവുകളുണ്ട്. നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ചുള്ള തെളിവുകളുണ്ട്. അപ്പോൾ ഇവിടെ ഈ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ എത്തിയിരിക്കുന്നത്, സ്വർഗത്തിൽ എത്തിച്ച ദൈവസഭ അവിടെ എത്തിച്ചേർന്നതിന് ശേഷം ഭൂമിയിൽ നിന്ന് ഉയരുന്ന സകല വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളും സ്വർഗത്തിലെ ദൈവിക സിംഹാസനത്തിലേക്ക് ഉയർത്തപ്പെടുന്നത് നമ്മളിലൂടെയാണ്. പറഞ്ഞാൽ ആദിജാതന്മാർ സഭയിലൂടെയാണ്. അതുവരെ പിതാവാൻ ദൈവത്തിന് വലത്തുഭാഗത്ത് എന്ന പുത്രനായിരുന്നു. സ്വർഗത്തിൽ പക്ഷപാതം ചെയ്തുകൊണ്ട് ഇതെന്തെങ്കിൽ ദൈവസഭയിലെ ജയാളികളായവർ ക്രിസ്തുവിനോടും പരിശുദ്ധന്മാരോടും കൂടെ സ്വർഗീയ ശുശ്രൂഷയിൽ പങ്കാളികാർത്തിരുന്നെന്നാണ് ഇവിടെ നമുക്ക് കാണിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ നമുക്ക് വേണ്ടി പിതാവാൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എന്ന പുത്രൻ നമുക്ക് വേണ്ടി അഭയാരം കഴിക്കുന്നു. നമുക്ക് വേണ്ടി ഇവിടെ പരിശുദ്ധാത്മ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു. നമ്മൾ ആർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യേണ്ടത്? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. സകല ജാതികൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ പരിശുദ്ധാത്മാവുണ്ട്. പിതാവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പുത്രനാമ ക്രിസ്തുവുണ്ട്. പക്ഷേ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇപ്പോൾ നമ്മളെ സഭയ്ക്ക് തന്നിരിക്കുന്നത്
മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാനാണ്. ജാതികൾക്ക് വേണ്ടി, രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി, കാണുന്നവർക്ക് വേണ്ടി നമ്മളൊന്ന് മനസ്സാക്ഷിയോടെ നമ്മൾ മറ്റുള്ളവരെ വെറുക്കാതെ ആരെ കാണുമ്പോഴും നമുക്കൊരു പ്രാർത്ഥന ഉണ്ടാകണം. കർത്താവേ, ആ വ്യക്തി രക്ഷിക്കപ്പെടണമേ, അവൻ ആരുമാകട്ടെ, പക്ഷേ ഏത് വ്യക്തിയാകട്ടെ, ആരുമാകട്ടെ, നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകുകയാണെങ്കിൽ നല്ലതല്ലേ. നമ്മളൊരാളെ കണ്ടു, നമുക്ക് മനസ്സിൽ പറയാമല്ലോ, കർത്താവേ, ഈ അദ്ദേഹം രക്ഷിക്കപ്പെടണമേ, അല്ലെങ്കിൽ ഈ സഹോദരി രക്ഷിക്കപ്പെടണമേ. ആരും അറിയണ്ട, മറ്റാരും അറിയണ്ട. നമുക്കൊരാഗ്രഹം നമ്മുടെ അകത്തുണ്ടാകണം. ഒരു മനുഷ്യനെ കാണുമ്പോൾ, ഒരു കുഞ്ഞിനെ കാണുമ്പോൾ, ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മുടെ ആഗ്രഹമായിരിക്കണം അവൻ ദൈവകൃപയിലേക്ക് വരണം, രക്ഷിക്കപ്പെടണം. അതല്ലേ നമുക്ക് ക്രിസ്തുവിൻ്റെ ഭാവം. കർത്താവ് കണ്ടവരെ എല്ലാവരെയും കർത്താവ് ആഗ്രഹിച്ചെന്നാണ്, ആരും നശിച്ചു പോകലെന്നാണ്. ഇവിടെ ഒരു കുഞ്ഞുങ്ങളെയൊക്കെ കയ്യിലെണ്ണുമ്പോൾ, അവരെ സ്പർശിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ അവരെ സ്പർശിക്കണം. ആരും അറിയണ്ട. നമ്മുടെ ദൈവത്തിൽ ഞാൻ പറഞ്ഞത് അവരെ അനുഗ്രഹിക്കുകയാണ്, അവർക്ക് നന്മയായി തരും. നമ്മളാരെ കണ്ടാലും അത് ഇന്ന ജാതിക്കാരാട്ടെ, ആരുമാകട്ടെ, വിവിധ പക്ഷക്കാരോ, ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ഭാഷ എടുത്തിലായി ഞാൻ അവരെ കാണുമ്പോൾ ഞാൻ മനസ്സ് വിഷമം, കർത്താവേ, എനിക്ക് ഇവരോട് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് അവരോട് ഇടപെടാൻ പറ്റുന്നില്ല എന്ന് അവരെ നമുക്ക് പെട്ടെന്ന്. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, ഇവരിവിടെ വന്നതാണ്, നശിച്ചു പോകരുത്, ഇവരെ കർത്താവ് രക്ഷിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം അത് ബുദ്ധിമുട്ടില്ലല്ലോ. ഒരാളെ കാണുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമല്ലോ. സുവിശേഷം നേരിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലും ഒരു നിമിഷമെങ്കിലും അവർക്ക് വേണ്ടി ഒന്ന്, ദൈവമേ, ഇദ്ദേഹത്തെ രക്ഷിക്കണമേ നമുക്ക് പറയാം. നമ്മൾ സമയം കിട്ടുമ്പോൾ, സന്ദർഭം കിട്ടുമ്പോൾ മാത്രം ചെയ്താൽ മതി. അല്ലാതെ അങ്ങനെ അത് ചിന്തിച്ച് അങ്ങനെ ഇറങ്ങി നടക്കുമൊന്നും വേണ്ട. നമ്മൾ സുബോധമുള്ളവരായിരിക്കണം, പരിജ്ഞാനമുള്ളവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് ആ സന്ദർഭത്തിൽ ഒരാളെ കാണുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മനസ്സിൽ പ്രാർത്ഥിക്കുക. അതാണ് ദൈവം ആഗ്രഹിക്കുക. അപ്പോൾ ഈ പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന 24 മൂപ്പന്മാരും 4 ജീവികളും അത് അവർ അർക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മുമ്പാകെ വീണകൾ പിടിച്ചുകൊണ്ട് ധൂപവർക്കം നിറഞ്ഞു നിൽക്കുമ്പോൾ അവരുടെ ശുശ്രൂഷയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ പ്രാർത്ഥനയ്ക്കകത്ത് നമുക്ക് പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന പ്രാർത്ഥനയിൽ 5 വിധ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ധൂപവർക്കം ഉണ്ടാക്കുമ്പോൾ അത് പറഞ്ഞിരുന്നു. പുറപ്പാട് 30 34 45 വാക്യങ്ങളാണ്. യഹോവ പിന്നെ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീ നറുംപശ, ഗുൽഗുലു, ഗൽബാന പശ എന്നീ സുഗന്ധവർക്കവും നിർമ്മല സാമ്പ്രാണിയും എടുക്കണം. എല്ലാം ഒരുപോലെ തൂക്കമായിരിക്കണം. അതിൽ ഉപ്പ് ചേർത്ത് തൈലക്കാരൻ്റെ ബുദ്ധിയാപ്രകാരം നിർമ്മലവും വിശുദ്ധമായ ധൂപവർക്കമാക്കണം. ഈ ധൂപവർക്കം ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ ആലയത്തിൽ അത് മഹാപുരോഹിതൻ ചെല്ലുമ്പോൾ ധൂപവർക്കം കൊണ്ട് അതിവിശ്വ സ്ഥലത്തിരിക്കുന്ന കൃപാസനം മൂടണം, അല്ലെങ്കിൽ മനുഷ്യൻ ഭാവിയാണ്. അതിനെ മറയ്ക്കാൻ വേണ്ടിയാണ് ധൂപവർക്കം അവിടെ ചെലുത്തുന്നത്. ദൈവസേനയിൽ അവരെ എത്തുമ്പോൾ അതിനെ ബന്ധിപ്പിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ മറയ്ക്കാൻ വേണ്ടിയാണ് ധൂപവർക്കം ഉണ്ടാകുന്നത്. ഈ ധൂപവർക്കത്തെ ഒരു മധ്യസ്ഥത പ്രാർത്ഥന എന്നുള്ള രീതിയിലാണ് പഴയ നിയമത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിനകത്ത് നറുംപശ ഉണ്ടായിരുന്നു, ഗുൽഗുലു ഉണ്ടായിരുന്നു, കൽപ്പാന പശ ഉണ്ടായിരുന്നു, നിർമ്മല സാമ്പ്രാണിയും ഉപ്പും ചേർത്തായിരിക്കണം. അതായത് ദൈവിക ആരാധനയുള്ള ബന്ധത്തിലുള്ള കാര്യത്തെക്കുറിച്ച് 5 ഘടകങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്. അതിൻ്റെ പൊരുളിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിൽ ഇപ്രകാരമുള്ള ഭൗതിക വസ്തുവും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമുക്കിവിടെ ഇങ്ങനെയുള്ള കുന്തിരിക്കമില്ല, സാമ്പ്രാണിയൊന്നും ഉണ്ടാക്കുന്നില്ല. കാരണം പഴയ നിയമത്തിൻ്റെ ആരാധന അത് നിഴലായിരുന്നു, പുതിയ നിയമത്തിൽ അത് പൊരുളാണ്. അപ്പോൾ പഴയ നിയമത്തിൽ ഇങ്ങനെയുള്ള ധൂപവർക്കം ഉണ്ടാക്കിയാണ് അവർ ആരാധിച്ച. പക്ഷേ എന്നാൽ നമ്മുടെ ഒരു മീറ്റിങ്ങിലും നമ്മുടെ ഒരു കാര്യത്തിലും നമ്മൾ ഇങ്ങനെയുള്ള ഒരു ധൂപവർക്കം ഉണ്ടാക്കുന്നില്ല. കാരണം അത് അഗൗന്യ പൗരോഹിത്യ പ്രകാരമുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. അവരുടെ വസ്ത്രം, അവരുടെ ലേവ്യ കുടുംബം, പൗരോഹിത്യം, ഇതൊക്കെ ക്രിസ്തുയേശു വന്നപ്പോൾ നീങ്ങിപ്പോയ പൗരോഹിത്യമാണ്. യേശു ക്രിസ്തു വന്നപ്പോൾ പുതിയൊരു പൗരോഹിത്യം നമുക്ക് രാജീയ പുരോഹിത വർക്കമാക്കി. രാജീയ പുരോഹിത വർക്കമാക്കിയപ്പോൾ ഇങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ടുള്ള ധൂപവർക്കല്ല ഉണ്ടാക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ 5 ഘടകങ്ങൾ ഉണ്ട്. 1, യാഗം. പ്രാർത്ഥനയിലെ ഏറ്റവും മുഖ്യ ഘടകമാണ് യാഗം. പുതിയ നിയമത്തിൽ യാഗത്തിന് പല അർത്ഥങ്ങളുണ്ട്, യാഗം എന്നുള്ള പല അർത്ഥം. പക്ഷെ ഇവിടെ ഈ പ്രാർത്ഥനയിലെ പ്രധാന ഘടകം ആയിരിക്കുന്ന യാഗം എന്നുള്ളത് വിശ്വാസം എന്ന യാഗം. വിശ്വാസം. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി വിശ്വാസമുള്ള ആളായിരിക്കണം. വിശ്വാസം എന്ന യാഗം നമ്മൾ അത് ക്രിസ്തു യേശുവിൻ്റെ യാഗത്തെ നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസികളായി തീർന്നത്. അപ്പോൾ അതാണ് ഒരുവൻ കർത്താവ് വരുമ്പോൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് അടുക്ക വരുന്നവൻ അത് പ്രാപിക്കും എന്നുള്ള വിശ്വാസത്തോടെ വരാനായിട്ട്. കാരണം യാഗം നടത്തി പിതാവാൻ ദൈവത്തെ പ്രസാദിപ്പിച്ചവൻ്റെ നാമത്തിലാണ് നാം പ്രാർത്ഥിക്കുന്നത് എന്ന് പറയാം. യാഗം നടത്തി പിതാവാൻ ദൈവത്തെ പ്രസാദിപ്പിച്ചവൻ്റെ
നാമത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ നാമത്തിൻ്റെ അകത്ത് വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയുണ്ട്, വിശ്വാസത്തിൻ്റെ പൂർത്തീകരണമുണ്ട്. അപ്പോൾ വിശ്വാസം എന്ന യാഗം, അത് അത് അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന യാഗത്തെക്കുറിച്ച്. യാഗമാണ് ഒന്നാമത്തെ വിശ്വാസം. പ്രാർത്ഥനയിൽ വിശ്വാസം എന്ന ഒന്നാമത്തെ ഘടകം ഉണ്ടായിരിക്കണം. നമ്മൾ വിശ്വസിക്കാതെ എത്ര പ്രാർത്ഥിച്ചാലും വെറുതെ പ്രാർത്ഥിക്കാവുന്നേ ഉള്ളൂ. പിന്നെ അമിതമായിട്ടുള്ള വിശ്വാസമല്ല, അതങ്ങനെ പിടിച്ചു പറിച്ച് വാങ്ങിക്കുന്നവരുണ്ട്. ഞാൻ അങ്ങനെ പിടിച്ചു പറിച്ച് വാങ്ങിക്കാൻ സമ്മതിക്കത്തില്ല. ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ മരം വെട്ടിയിടുന്നതും പിടിച്ചൊടിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലേ? പിടിച്ചൊടിക്കുന്ന പറഞ്ഞാൽ വലിച്ചൊടിച്ചാൽ നിന്റെ ദേഹത്തോട്ട് തന്നെ വീഴുള്ളൂ. വെട്ടിയിടുമ്പോൾ മടക്കനുസരിച്ച് വെട്ടി അതിനെ മായ്ക്കാൻ പറ്റും. ചിലത് അങ്ങ് പിടിച്ച് വലിച്ച് ഇത് കിട്ടിയേ വരുവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആകപ്പാടെ പ്രശ്നം ഉണ്ടാകും. പ്രാർത്ഥനയ്ക്കകത്ത് അങ്ങനെ പിടിച്ചു വലി വേണം. അത് അതിൻ്റെതായിട്ടുള്ള മടയിലനുസരിച്ച് നമ്മൾ വെട്ടി നമ്മളത് അതിൻ്റെ പ്രാർത്ഥിക്കാണുക. ഞാൻ പറഞ്ഞല്ലോ, പിടിച്ചു പറിച്ച് വാങ്ങിക്കണം. ദൈവത്തിന് പിടിച്ചു പറിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാരും ദൈവം നമുക്ക് തരും. നമുക്ക് ദൈവം നൽകാനുള്ളതെല്ലാം. പ്രാർത്ഥനയിൽ നമ്മൾ പിടിച്ചു പറിക്കുമെന്നും വേണ്ട. ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞല്ലോ, മരം വെട്ടിയേ ഇടാവുള്ളൂ, പിടിച്ച് ഓടിക്കരുത്. പിടിച്ചോടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അപകടമായി തീരും. നമ്മൾ സാവധാനതയിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങളെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ദൈവം എനിക്ക് ആ പ്രാർത്ഥനയുടെ മറുപടി തരും. തന്നില്ലെങ്കിലും ദൈവം എൻ്റെ ദൈവം തന്നെ. നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് അറിയാമല്ലോ. ആ സ്നേഹിതൻ പോയി മുട്ടിയതിനെക്കുറിച്ച് അറിയാമല്ലോ. പരവാശം പറഞ്ഞിട്ടുണ്ട്. കൊടുത്തില്ലേലും വെളിയിൽ നിൽക്കുന്നതും പിണങ്ങി പോകത്തില്ല. പണ്ട് സ്നേഹിതന് അകത്തുള്ളവൻ അറിയാം, ഞാനത് കൊടുത്തില്ലെങ്കിലും എൻ്റെ കൂട്ടുകാരൻ എന്നോട് പിണങ്ങത്തില്ല. കൊടുക്ക് വാങ്ങലുള്ള ബന്ധമല്ല അവർ തമ്മിലുള്ളത്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രാർത്ഥന വിഷയം 2025 കേട്ടില്ല എന്നുള്ളതുകൊണ്ട് എൻ്റെ ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകത്തില്ല. എനിക്കറിയാം എൻ്റെ ദൈവം ആരാണ്. മനസ്സിലായോ? 2025 ആരംഭം ജനുവരി മുതൽ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കെല്ലാം മറുപടി കിട്ടിയിട്ടില്ല. ഇപ്പോഴും മുട്ടിക്കൊണ്ടിരിക്കുക. ഈ 2025 ഡിസംബർ മാസം 9-ാം തീയതി നാം മുട്ടുക. ലഭിച്ചിട്ടില്ല. ചിലതോ ദൈവം തന്നു, നമുക്ക് ആവശ്യമായി തന്നു. നമ്മളും ദൈവത്തെ മുട്ടിക്കുക. കഥ പറഞ്ഞില്ല, എനിക്ക് ശല്യമാടാ പോകാനും കഥ പറയത്തില്ല. എൻ്റെ ആവശ്യമാണ്, നീ മുട്ടിക്കൂ. ഞാനൊരു ദിവസം എഴുന്നേക്കും, ഞാൻ തരും. അതുപോലെ നീ മുട്ടാം. പക്ഷെ ഇവിടെ തമ്മിൽ ഒരു ബന്ധമുണ്ട്, വിശ്വാസമുണ്ട്. സ്വർഗാസ്വർഗതിക്കുന്ന പിതാവാൻ ദൈവത്തിന് അറിയാം, ഇവന് കൊടുത്തില്ലേ ഇവൻ എന്നെ പഴി പറഞ്ഞ് ദുഷി പറഞ്ഞ് മാറിപ്പോകത്തില്ല. അനേകരും മാറിപ്പോയിട്ടില്ലേ? ഉണ്ടല്ലോ. വിശ്വാസം എത്രയോ പേര് പിന്മാറിപ്പോയി. പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയിരുന്ന മാറിപ്പോയില്ലേ? സൗഖ്യമായി പറഞ്ഞ് മാറിപ്പോയില്ലേ? എന്നാൽ സത്യക്ക് മേശബെന്നവോ അവരെക്കുറിച്ച് പഠിക്കും. അവർ എന്താ പറഞ്ഞാൽ എന്താ? കിട്ടിയാലും കിട്ടിയില്ലേലും ഭൗതിക വിഷയമാണ്. ജീവൻ ഉണ്ടെങ്കിലും കിട്ടിയാലും കുഴപ്പമില്ല. നമ്മൾ ആ വിശ്വാസക്കാരായിരിക്കണം കേട്ടോ. അല്ലാതെ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയാൽ നീ എൻ്റെ ദൈവം, കിട്ടിയില്ലെങ്കിൽ ഞാൻ വിട്ടിട്ട് പോകുന്നതാണെങ്കിൽ അത് വിശ്വാസമല്ല. നമുക്ക് ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും ഇന്നലേക്കാൾ ഇന്ന് ഞാൻ എൻ്റെ പ്രിയനെ കൂടുതലായി സ്നേഹിക്കും. ഞാൻ എൻ്റെ കർത്താവിനെ അധികമായി സ്നേഹിക്കും. അതെനിക്ക് തരുന്നത് കൊണ്ടല്ല, ലഭിച്ചത് കൊണ്ടല്ല. എനിക്കതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമേറിയ പദവിയാണ് അവൻ്റെ രക്തമുഖാൽ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബന്ധം നഷ്ടപ്പെടുത്തി കളയാതെ, ഈ ഭൗമിക ജീവിതത്തിൽ നമുക്ക് ഒരുപക്ഷെ നമ്മൾ മാറാത്ത വിഷയങ്ങൾ കാണും. പ്രിയപ്പെട്ടവരുണ്ട്, സാരമില്ല. നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്നവൻ എഴുന്നേൽക്കും. നമുക്ക് സമൃദ്ധിയായവൻ നൽകും. അവൻ്റെ സമയമാകുമ്പോൾ നൽകുമ്പോൾ വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കുവാൻ. നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത് കൊണ്ട് വിശ്വാസം നഷ്ടപ്പെടുത്തി കളഞ്ഞ വിശ്വാസത്തിന് പോകുന്ന അനേകരുണ്ട്. എന്നാൽ വിട്ടുപിരിയാത്തൊരു ബന്ധം, വിശ്വാസം കുഞ്ഞാടുമായിട്ടുണ്ട്. അതാണ് പ്രാർത്ഥനയുടെ ഒന്നാമത്തെ. രണ്ടാമത്തത് പക്ഷപാതമാണ്. പക്ഷപാതം ചെയ്യുന്ന ഞാൻ ഭൂമിയിൽ നിന്ന് പരിശുദ്ധ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ നമുക്ക് എന്തെങ്കിലും പക്ഷപാതം ഭൂമിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി നാം ദൈവപരമേൽ ചെയ്യുന്ന പക്ഷപാതം ചെയ്യുന്ന ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഒരാൾ ആശുപത്രിയിലാണ്, ഒരാളുടെ വേദനയാണ്, ഭാരമാണ്. അവർക്ക് ഒരുപക്ഷെ തലകുത്തി മറിയുന്ന കിടക്കുന്ന ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പരീക്ഷ എന്നൊരു കുഞ്ഞിന് പ്രാർത്ഥിക്കാൻ പറ്റും. പരീക്ഷ നമ്മൾ പ്രാർത്ഥിക്കണം. ജോലി ചെയ്യുന്ന ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, അവൻ ജോലി ചെയ്യണം. ഈ സമയത്ത് പക്ഷപാതം ചെയ്യാൻ പറ്റും. നമുക്ക് പക്ഷപാതം ചെയ്യാം. പരീക്ഷ എന്ന കുഞ്ഞിന് വേണ്ടി പക്ഷപാതം ചെയ്യാം. വെന്റിലേറ്ററിൽ കിടക്കുന്ന കൊച്ചിന് വേണ്ടി
ICUലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അങ്ങനെ ഏതെല്ലാം വിഷയത്തിലുള്ളോ അവരെ എല്ലാവർക്കും വെച്ച് നമുക്ക് പക്ഷപാതം ചെയ്യാം. ലോകത്തിൽ ഇതുവരെയും തെളിയാത്ത, സത്യവചനം അറിയാത്ത, ദൈവത്തെ അറിയാത്ത, നിത്യവിനെക്കുറിച്ച് അറിയാത്തവർക്കുള്ള പക്ഷപാതം ചെയ്യുക. ആ ദൗത്യം നമുക്ക് തന്നിരിക്കുക. 2 പക്ഷപാതം വേണം. നമ്മുടെ പ്രാർത്ഥനയിൽ വിശ്വാസം വേണം. നമ്മൾ പക്ഷപാതം ചെയ്യണം. ദൈവത്തോട് പറഞ്ഞ കർത്താവേ, നമ്മുടെ ആവശ്യങ്ങളെക്കാൾ ഉപരിയായി അവൻ്റെ രാജ്യവും നീതിയും ആദ്യം അന്വേഷിക്കുന്ന പക്ഷപാതം ചെയ്യണം. നമ്മൾ പ്രാർത്ഥിക്കരുതെന്നല്ല, മറ്റുള്ള ആവശ്യങ്ങളെ നമ്മൾ സ്തോത്രത്തോടെ നമ്മൾ അറിയിക്കണം. നമ്മൾ പക്ഷപാതം ചെയ്യണം. ദൗത്യം നമുക്ക് തരും. മൂന്നാമത്തത്, ആവശ്യങ്ങളെ നമ്മൾ സ്തോത്രത്തോടെ അറിയിക്കണം. എങ്ങനെയാണ് മൂന്നാമത്തെ ഘടകം? സ്തോത്രത്തോടെ അറിയിക്കുക എന്നുള്ളതാണ്. ഈ പ്രാർത്ഥന പോകാനുള്ള എൻവലപ്പാണ് സ്തോത്രം. നമ്മൾ ഒരു ലെറ്റർ എഴുതിയിട്ട് അയക്കാൻ വേണ്ടി എൻവലപ്പ് വേണമല്ലോ, വെറുതെ അയക്കാൻ പറ്റത്തില്ല. ഈ ഇമെയിലൊക്കെ, ഇപ്പോൾ ഇമെയിൽ സിസ്റ്റം, ഇമെയിലൊക്കെ ആയിട്ട് ഒരു അഡ്രസ്സ് വേണമല്ലോ, അതിനെ ക്യാരി ചെയ്യാനുള്ള ക്യാരിയറാണ്. നമ്മൾ സംസാരിക്കുന്ന എൻ്റെ വചനം, ഞാൻ സംസാരിക്കുന്ന റേഡിയോ കൂടിയോ ഒക്കെ വേണമെന്നുള്ളത് ക്യാരി ചെയ്യാൻ വേണ്ടി കാരിയർ വേവ്സ് ഉണ്ട്. അതിൻ്റെ അകത്തോട്ട് ഇമ്പോസ് ചെയ്യാണ്. അതില്ലാതെ പോകത്തില്ല. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അതിനെ കംപ്രസ് ചെയ്തിട്ട് അതിലേക്ക് ആ ശബ്ദത്തെ കയറ്റിയിട്ട് അതിന് നമ്മുടെ ശബ്ദത്തിൽ പോകാൻ പറ്റത്തില്ല. നമ്മുടെ ശബ്ദം അതിനെ കമ്പോസ് ചെയ്തിട്ട് അതാണ് പോകുന്നത്. നമ്മൾ കാരിയർ ആയിട്ടുള്ളതാണ് ഈ സ്തോത്രം. സ്തോത്രത്തിലാണ് നാം വ്യാകരിക്കേണ്ടത്. വെറുതെ കുറേ സ്തോത്രം പറയല്ല, വെറുതെ കുറേ സ്തോത്രം പറയുന്നതല്ല. സ്തോത്രം പറഞ്ഞല്ലേ പറ്റുള്ളൂ, അങ്ങനെയല്ല എൻ്റെ അർത്ഥം. കാര്യത്തെ അറിഞ്ഞിട്ട് നാം ആരോട് പ്രാർത്ഥിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ വിഷയത്തിന്റെ ഗൗരവത മനസ്സിലാക്കി നാം സ്തോത്രം ചെയ്യണം. സ്തോത്രം എന്ന യാഗം, ഈ സ്തോത്രം നമ്മൾ അർപ്പിക്കണം. സ്തോത്രം അത് നമ്മൾ സ്തോത്രം അത് യാഗമാണ്. വിശ്വാസ യാഗമുണ്ട്, സ്തോത്ര യാഗമുണ്ട്. അപ്പോൾ ഈ സ്തോത്രം അർപ്പിച്ച് വേണം നമ്മൾ ഈ പ്രാർത്ഥന അതിൻ്റെ അകത്തോട്ടൊക്കെ അത് എൻക്ലോസ് ചെയ്യാനായിട്ട്, എങ്കിൽ അതിന് ചെല്ലും. അപ്പം അതിനാണ് നമ്മൾ സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ ഹൃദയത്തിൽ നന്ദിയുള്ള ഹൃദയത്തോടെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനാണ്. നമ്മൾ ആദ്യം തന്നെ താങ്ക്സ് പറയുകയാണ്. കർത്താവേ നന്ദി, സ്തോത്രം. നമ്മൾ ലഭിച്ചിട്ടല്ല നന്ദി പറയുന്നത്, ലഭിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് താങ്ക്സ് പറയും. ഒരാൾ പ്രോമിസ് കഴിഞ്ഞാൽ അത് ചെയ്തേക്കാൻ കൊണ്ടുവന്ന് താങ്ക്സ് പറഞ്ഞിട്ട് പോകും, നമുക്ക് കിട്ടുമ്പോൾ താങ്ക്സ് പറയും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നാം ഒരു കാര്യം അറിയിക്കുമ്പോൾ തന്നെ ലഭിച്ചു എന്നുള്ള വിശ്വാസത്തോടെ നാം സ്തോത്രം, അത് ലഭിച്ചാലും ഇല്ലെങ്കിലും ദൈവസന്നിധി എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്തോത്രം പറയുന്നത്. സ്തോത്രത്തിൽ ജാഗരിക്കണം. നാം ഇവിടെ പരാതി പറയുകയോ നിവേദനം കൊടുക്കുകയോ പിറുപിറുക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. നമ്മൾ എന്ത് വിഷയമാണെങ്കിലും സ്തോത്രം പറഞ്ഞു കാണും. അത് പക്ഷേ ദുഃഖം നിറഞ്ഞ സ്തോത്രമായിരിക്കാം. അത് വലിയ വേദനയോടുകൂടി സ്തോത്രം പറയുന്ന സാഹചര്യങ്ങളുണ്ട്. രാത്രി പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടെ സ്തോത്രം പറയുന്ന അവസരവുമുണ്ട്. എന്നാൽ ദുഃഖത്തോടെയും വേദനയോടെയും ഹൃദയത്തിന്റെ വ്യസനതയോടും സ്തോത്രം പറയുന്ന സന്ദർഭം ഉണ്ടായിട്ടില്ലേ? ദൈവത്തിന് അറിയാൻ നമ്മുടെ മനസ്സിന്റെ സ്ഥിതി. രാത്രിയിലും നാം സ്തോത്രം അർപ്പിക്കുമ്പോൾ എപ്പോഴും സന്തോഷത്തോടെ സ്തോത്രം പറയുവാൻ ഒരുപക്ഷെ നമ്മളെ കൊണ്ട് കഴിയത്തില്ലായിരിക്കാം. വളരെയധികം ഭാരം നിറയുമ്പോൾ, വേദന നിറയുമ്പോൾ, ബുദ്ധിമുട്ട് നിറയുമ്പോൾ, രോഗക്കിടക്കയിൽ അത് സംസാരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അതിവേദനയിലും ഒരു സ്തോത്രത്തിന്റെ മുഴുവൻ ഭാഗവും പറയാൻ കഴിയത്തില്ലായിരിക്കും. ഒരുപക്ഷെ നാവ് ചലിപ്പിക്കുന്ന ആ സ്തോത്രം പറഞ്ഞത് മുഴുവനും ഒരുപക്ഷെ പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പറയുന്ന സ്തോത്രം ദൈവം കാണുന്നുണ്ട്. അതാണ് ദൈവത്തിന് ഏറ്റവും പ്രാധാന്യതയുള്ളത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? അല്ലേ? വേദന ഉണ്ടായിട്ടില്ലേ? ഭാരമുണ്ടായിട്ടില്ലേ? അപ്പോഴും നാം സ്തോത്രമെന്ന് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അതിവേദനയെ നട്ടം തിരിയുമ്പോഴും ദൈവമക്കൾ അവരുടെ കിടക്കയിൽ ആ പാദത്തിന്റെ അകത്ത് സ്തോത്രം പറയും. ആ സ്തോത്രം തകർന്ന് നുറുങ്ങി മരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. അതാണ് ഏറ്റവും വലിയ യാഗം. കാളകളെക്കാൾ, കാളക്കുറ്റന്മാരെക്കാൾ, ആട്ടുകുറ്റന്മാരെക്കാൾ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ ദൈവം ഏറ്റവും അധികം സ്വീകരിക്കുന്ന സ്തോത്രം നിന്റെ വേദനയിൽ, ഭാരത്തിൽ ഒരുപക്ഷെ മുഴുമിക്കാൻ കഴിയാത്തൊരു സ്തോത്രം പറയുന്ന സ്തോത്രമാണ് ദൈവം വേഗത്തിൽ സ്വീകരിക്കുന്നത്. രാത്രി സ്തോത്രം പറയുന്നതായിരിക്കണം. സ്തോത്രത്തോടെ അറിയിക്കണമെന്ന കാര്യം ഫിലിപ്പിയ ലേഖനം
4-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് പൗലോസിന്റെ അന്ത്യലേഖനം എന്നാണ് പറയുന്നത്, അവസാനം എഴുതിയ ലേഖനം. അതിനകത്ത് അവൻ പറയണം, സ്തോത്രം പറയണം, മരിക്കാൻ പോകുകയാണ്, മരിക്കാനുള്ള സമയമെടുത്തു, അവനെ കൊല്ലാനുള്ള സമയമെടുത്തു. പക്ഷെ പറയുകയാണ് സ്തോത്രത്തിൽ നാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, മനം കലങ്കരി പോകരുത്, ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കണം. എന്ന് പറഞ്ഞാൽ മനം കലങ്ങി പോകരുത്. എല്ലാം ഭാരമാണ്, വേദനയാണ്, ബുദ്ധിമുട്ടാണ്. അത് ഇന്ന് രാത്രിയിലും ഈ സ്തോത്രം ദൈവം കാണുന്നുണ്ട്. 4-ാമത്തെ വിഷയം പോരാടണം. പോരാടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരതയുണ്ടായിരിക്കണം. അതിനെയാണ് പോരാടുക എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്ഥിരതയോടെ പ്രാർത്ഥിക്കണം. ഒരു സ്ഥിരത ഉണ്ടാക്കണം പ്രാർത്ഥനയിൽ. പോർക്കളത്തിലെ യുദ്ധത്തിന് സമാനമാണ് പ്രാർത്ഥന. നമുക്കിഷ്ടമുള്ളപ്പോൾ വന്ന് യുദ്ധം ചെയ്താൽ നമ്മൾ ജയിക്കത്തില്ല. ജയിക്കുമോ? ഇല്ല. യുദ്ധക്കളത്തിലെ യുദ്ധം എങ്ങനെയാണ്? നമ്മുടെ സമയമല്ല, നാം എപ്പോഴും ജാഗ്രതയായിരിക്കണം. പോരാടണം, പ്രാർത്ഥനയിൽ പോരാടണം. അതിനെ പോരാടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എപ്പോഴും യുദ്ധക്കളത്തിന് സമാനമാണ്. ഉറങ്ങുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തോളും. യുദ്ധവീരന. അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നുമില്ല. നീ ഉറങ്ങിക്കോ, പക്ഷെ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ദൈവം സജ്ജമാണ്. അപ്പം നാം പോരാടണം, സ്ഥിരത കാണിക്കണം. അതിൽ പൂർണ്ണ സ്ഥിരതയോടെ വേണം പോരാടേണ്ടത്. അതാണ് വിജയത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ നിങ്ങൾ വരുമെങ്കിൽ എനിക്ക് എടുക്കപ്പെടുവാൻ നമ്മുടെ പ്രധാന പ്രാർത്ഥന വിഷയം അതാണ്. അതിൽ നമ്മൾ പോരാടണം. നിർത്തിക്കളയത്. ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നിന്ന് പോകരുത്. 40 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് കർത്താവ് വന്നില്ല, പിന്നെ ആ പ്രാർത്ഥന മാറ്റി വെച്ച് ആ പ്രയർ ലിസ്റ്റിലുള്ള പ്രാർത്ഥനയും പ്രാർത്ഥിക്കുന്നില്ല. അത് 40 ദിവസത്തേക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ല, നമുക്ക് പ്രാർത്ഥന സ്ഥിരത ഉണ്ടായിരിക്കണം. നാം ഇവിടുന്ന് അവസാന ശ്വാസം വരെ പോകുന്നത്, അല്ലെങ്കിൽ നാം രൂപാന്തരപ്പെടുന്നവരെയും പ്രാർത്ഥനയിൽ പോരാടണം. കർത്താവോട് എത്താൻ വേണ്ടി അത് പൂർണ്ണ സ്ഥിരത വേണം. അതാണ് വിജയത്തിലേക്ക് നമ്മെ നയിക്കുന്ന. പോർക്കളത്തിലുള്ള സകലവിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കണമെന്ന് തീരുമാനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ പോർക്കളത്തിലുള്ള എല്ലാ വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥന പേരറിയത്തില്ലായിരിക്കാം. പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോ രാജ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ രാജ്യത്തുള്ളവർക്ക്, വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ നമ്മൾ ദൈവത്തിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി നമ്മൾ സ്ഥിരത കാണിക്കുകയാണ്. നമുക്കൊക്കെ പരിമിതിയുണ്ട്. ഇപ്പം ഇവിടെ ഉള്ള എല്ലാ വാർഡുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വാർഡുകളും എഴുതി വെച്ച്, കേരളത്തിലുള്ള എല്ലാ പഞ്ചായത്തിൻ്റെ വാർഡുകൾ എഴുതി വെച്ച് ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പൊതുവിലെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമുക്ക് ദൈവത്തെ അറിയില്ല. നമ്മളിപ്പോൾ എല്ലാ വാർഡുകളും എടുത്ത് വെച്ച് ഇവിടെ പാമ്പാടിയിലുള്ള എത്ര വാർഡുണ്ട്? 20 വാർഡും കണ്ടു, 20 വാർഡും കണ്ടുണ്ട്. അങ്ങനെ എല്ലാത്തിനും നമുക്ക് എത്ര വാർഡുകളുണ്ട്? ഇപ്പം എല്ലാവരും എടുത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. നമ്മളെ കൊണ്ട് ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്ന ഭാഗത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ പോരാടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന മറ്റുള്ളവരുടെ ഇപ്പോൾ ഐക്യമത്യപ്പെട്ട് പോരാടണം. അപ്പോൾ നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിച്ചോളും. അങ്ങനെ പ്രാർത്ഥനയിൽ ഐക്യമത്യം ഉണ്ടായിരിക്കണം. പ്രാർത്ഥനയിൽ ഓരോരുത്തർപ്പെടുന്നു. പിന്നെ ആത്മീയപൂർവ്വത്തിൽ നാം ഏകരല്ല, വിശുദ്ധമാരുടെ ഐക്യതയുള്ള പ്രാർത്ഥന. മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടിയും ആ പ്രാർത്ഥന അവർ വിശുദ്ധമാർക്ക് പ്രാർത്ഥിക്കുക. ഭാവിയുടെ പരമായി ഞങ്ങളെ ഒരുക്കണമേ എന്ന് പറയുമ്പോൾ ആ ഒരു ഗണത്തിൽപ്പെടുന്ന എല്ലാവരും അത് ഉൾപ്പെടും. നമ്മൾ അതിൻ്റെ അകത്തുള്ളതാണെങ്കിൽ നമ്മളത് ഉൾപ്പെടും. പ്രാർത്ഥനയിൽ ഐക്യതയോടെ പോരാടണം, ഒരു മനസ്സോടെ പോരാടണം. അതാണ് 4-ാമത്തെ ഘടകം. 5-ാമത്തെ കാര്യം ഉപ്പാണ്. അത് ദൈവത്തിൻ്റെ നിയമം പാലിക്കപ്പെടണം. നിയമം പാലിക്കാത്ത പ്രാർത്ഥന ദൈവം ചെവിക്കൊള്ളത്തില്ല. പ്രാർത്ഥനയിൽ നാം പോരാടണം. പ്രാർത്ഥനയിൽ നിയമം പാലിക്കപ്പെടാൻ ഉപ്പ് ചേർത്തിരിക്കുന്നത്. വ്യവസ്ഥയില്ലാത്ത പ്രാർത്ഥന ദൈവം ഇന്ന് എല്ലാവരും പ്രാർത്ഥനക്കാരാണ്, ആരുടെയും പ്രാർത്ഥനക്കാരാണ്. പക്ഷേ വ്യവസ്ഥയില്ലാത്ത പ്രാർത്ഥന പിന്നെ ദൈവം കൊടുക്കും. സുരഭേക്കാരി സ്ത്രീ വന്ന് ദൈവം കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ തകർന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് ദൈവം കൊടുക്കത്തില്ലെന്നല്ല, കിട്ടത്തില്ലെന്നല്ല, ഭൗതിക വിഷയമൊക്കെ കിട്ടും. പക്ഷേ നിത്യജീവനോടുള്ള ബന്ധത്തിൽ ഉന്നതമായ സ്ഥാനം എത്തണമെങ്കിൽ മക്കളായി തീരണം, തികഞ്ഞ പുരുഷത്വം പ്രാപിക്കണം. എങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഭൂമിയിലെ കാര്യങ്ങൾ ലഭിച്ചു എന്നതുകൊണ്ട്, വ്യവസ്ഥയില്ലാതെ പ്രാർത്ഥന കിട്ടിയതുകൊണ്ട് മിടുക്കരാണെന്ന് പറയരുത്. അതുകൊണ്ട് അത് സ്ഥാപിക്കപ്പെടാം, അത് ലഭിക്കാം. ഞാൻ പറഞ്ഞത് കഥാവ് ചോദിച്ച എല്ലാവർക്കും ദൈവലോകസൗഖ്യം കൊടുത്തിട്ടുണ്ട്, ആകാരം കൊടുത്തിട്ടുണ്ട്, അതെല്ലാം കൊടുത്തു. പക്ഷേ
ശുശ്രൂഷ കൊടുത്തില്ല, അപ്പോസ്തലത്തിൽ കൊണ്ടുവന്നില്ല, ശിഷ്യന്മാരാക്കി. വ്യവസ്ഥ പാലിക്കപ്പെടാതെ ഉള്ള പ്രാർത്ഥന ആത്മീയ കാര്യത്തിലേക്ക് നിത്യമുള്ള ബന്ധത്തിൽ പാലിക്കപ്പെടാൻ ഇല്ല. പൗതി വിശുദ്ധ കഥ പറഞ്ഞ സൂര്യനെ ദുഷ്ടന്റെ മേലും നീതിവാന്മാരിലും ഒരുപോലെ വരുന്നു, മഴ പെയ്യുന്നത് പോലെ തന്നെയാണ്. ഇവിടെ ദേശത്ത് മഴ പെയ്താൽ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് മഴ പെയ്യുന്നത്, അല്ല. പറഞ്ഞ ദുഷ്ടന്മാരിലും നീതിമാന്മാരുടെ പേരിലും ഞാൻ മഴ പെയ്യിക്കുന്നു, സൂര്യൻ ഉദിപ്പിക്കുന്നു. അത് ദൈവത്തെ പദ്ധതിയാണ്. അത് ഭൂമിയിൽ ഉള്ളതൊക്കെ ദൈവം നൽകും. പക്ഷേ ഭൂമിക്ക് ശേഷമുള്ള കാര്യം നൽകണമെന്നുണ്ടെങ്കിൽ വ്യവസ്ഥ പാലിച്ചിരിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു, രോഗസൗഖ്യമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും രക്ഷിക്കപ്പെടാതെയും വിശ്വാസാനം ഏൽക്കാതെയും അഭിഷേകം പ്രാപിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ, ജീവിതം നയിച്ചില്ലെങ്കിൽ നിന്റെ ഭൗതിക വിഷയത്തിന് രോഗം മാറിക്കാണും, കടഭാരം മാറിക്കാണും, കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടിക്കാണും. പക്ഷെ അത് ദൈവം ഭൗതികമായി തരുന്നതാണ്. എന്നാൽ ആത്മീകമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തണമെങ്കിൽ, നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ വ്യവസ്ഥ പ്രകാരമുള്ള പ്രാർത്ഥനയെ ദൈവം കേൾക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രാർത്ഥന കഴിച്ചും പോന്നു. അടിസ്ഥാന ഉപദേശത്തിൽ 7ാമത്തെ കാര്യങ്ങൾ പ്രാർത്ഥന. അപ്പോൾ ആദ്യത്തെ പ്രാർത്ഥന മാനസാന്തരത്തിൻ്റെ പ്രാർത്ഥനയാണ്. വ്യവസ്ഥ പ്രകാരമുള്ള ആദ്യത്തെ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന മാനസാന്തരത്തിലുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ മാനസാന്തരപ്പെട്ടില്ല, പ്രാർത്ഥിച്ചില്ല, കർത്താവേ ഞാൻ മഹാഭാവിയാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥന. ആ പ്രാർത്ഥന ആദ്യത്തെ പ്രാർത്ഥന. അവസാനത്തെ പ്രാർത്ഥന കർത്താവിനോട് ചേരുവാനുള്ള പ്രാർത്ഥനയാണ്. ആദ്യത്തെ പ്രാർത്ഥന ഭാവിയായിരുന്നു, എന്നോട് ക്ഷമിക്കണമെന്നുള്ള പ്രാർത്ഥനയാണ്. മാനസാന്തരത്തിന്റെ പ്രാർത്ഥനയാണ്. ബാക്കിയുള്ള പ്രാർത്ഥനയൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടി നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കും. അവസാനമായി പ്രാർത്ഥിക്കേണ്ടത്, ഈ ലോകത്ത് നാം കളം വിടുകയാണെങ്കിൽ നാം പ്രാർത്ഥിക്കേണ്ടത് എന്നെ അങ്ങയോട് ചേർക്കണമെന്ന, എന്നെ ഓർക്കണമെന്ന. അതല്ലേ കൃഷ്ണനോട് മരിച്ച ആ വ്യക്തിക്ക് ലഭിച്ച ഭാഗ്യം. അവൻ പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണം, ഓർപ്പിക്കണം. ആദ്യം നമ്മൾ പ്രാർത്ഥിച്ചത്, ദൈവമേ ഞാൻ മഹാഭാവിയായിരുന്നു, എന്നോട് ക്ഷമിക്കണമേ, നീ എന്നെ ഓർക്കണമേ, ക്രൂശിച്ചു രക്തം കൊണ്ട് എന്നോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് പ്രാരംഭ പ്രാർത്ഥന. അതിനുശേഷമുള്ള പ്രാർത്ഥന നമ്മുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ചും മറ്റുള്ള ആവശ്യങ്ങളെക്കുറിച്ചൊക്കെ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനമായി പ്രാർത്ഥിക്കേണ്ടത് അങ്ങയോട് എന്നെ ചേർക്കണം. അങ്ങ് മധ്യാകാശത്ത് വരുമ്പോൾ എന്നെ മറന്നു കളയരുത്, എന്നെയും എൻ്റെ കുടുംബത്തെ, എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർക്കണമേ എന്നാണ് നമുക്ക് ഓർപ്പിക്കാം. ഇതാണ് നിയമം പാലിക്കപ്പെടണം. പഴയ പ്രകാരം യഹോവയ്ക്കുള്ള ദഹനയാഗങ്ങളിൽ അതിവിശുദ്ധമായ ഭോജനയാഗത്തിൽ ഉപ്പ് ചേർത്തിരിക്കണമെന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തോടുള്ള പ്രാർത്ഥന ആയതുകൊണ്ട്, യാഗമായതുകൊണ്ട് ഇതെല്ലാം, ഈ വ്യവസ്ഥയെല്ലാം കൃത്യമായി പാലിക്കപ്പെടണം. അതൊക്കെയാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, പക്ഷപാതം ചെയ്യണം, ഇടിവിടുന്ന് പ്രാർത്ഥിക്കണം, സ്തോത്രത്തോടെ ആയിരിക്കണം, അത് പോരാടി പ്രാർത്ഥന സ്ഥിരത കാണിക്കണം, നിയമം പാലിക്കപ്പെടണം. ഇതാണ് ഇവരുടെ ധൂപകലശത്തിൽ ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 24 മൂപ്പന്മാർ 4 ജീവികളും അറക്കപ്പെട്ട കുഞ്ഞാടും വീണയും ധൂപർക്കം നിറഞ്ഞ പൊൻകലശം പിടിച്ചുകൊണ്ട് വീണ് നമസ്കരിക്കുന്നതിൻ്റെ ആത്മീയ വശത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. സ്വർഗ്ഗത്തിൽ എത്തിച്ചേരുവാൻ കാരണമായി തീർന്ന ദൈവകുഞ്ഞാട് പുസ്തകം വാങ്ങുവാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനെന്ന് പറയുന്നതോടൊപ്പം ഭൂമിയിൽ അവശേഷിച്ചിരിക്കുന്ന ദൈവസഭയുടെ ശേഷിപ്പിനെ ഈ സന്ദർഭത്തിൽ അവർ വെളിപ്പെടുത്തുകയും ചെയ്യും. അതാണ് തുടർന്നുള്ള ഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഇവർ പക്ഷപാതം ചെയ്യുക, സ്വർഗത്തിൽ നിന്ന് പക്ഷപാതം ചെയ്യുക. ആർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നറിയാം? ഭൂമിയിൽ പക്ഷപാതം ചെയ്തിട്ട് പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് പുത്രൻ പക്ഷപാതം ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ആ പക്ഷപാതം ചെയ്യുന്ന ഉത്തരവാദിത്വം ദൈവസഭ ഏറ്റെടുക്കുകയാണ്. അതേക്കുറിച്ചാണ് ഇവിടെ 9ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 10ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 9ാം വാക്യം, പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ഇവര് പക്ഷപാതം ചെയ്യുക. ഇവർ പറയുക, ഇപ്പൊ സ്വർഗാസ്വർഗത്തിൽ ചെന്നിട്ട് ഈ ദൈവസഭ ആദിയാതന്മാരുടെ പക്ഷപാതം ചെയ്യുക. അതുവരെ പക്ഷപാതം ചെയ്തുകൊണ്ടിരുന്നത് കുഞ്ഞാടായിരുന്നു. ദൈവസഭ എത്തിക്കഴിയുമ്പോൾ ഈ ഉത്തരവാദിത്വം നമുക്ക് ലഭിക്കുക, പക്ഷപാതം ചെയ്യാനുള്ള ഉത്തരവാദിത്വം. ഇതെന്താ പാടിയെന്നറിയാമോ?
അവ പറയുകയാണ്, നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ഇതേ ഭാഗം ആമുഖവാക്യത്തിൽ യോഹന്നാൻ പറഞ്ഞപ്പോൾ അവൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇപ്പം രണ്ട് അവസ്ഥയിലുള്ളവരെ അവിടെ വെളിപ്പെടുത്തുകയാണ്. അതിൻ്റെ 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മെ എന്നുള്ള പൊതുവചനമാണ്. നമ്മളിപ്പോൾ നമ്മളോടുള്ള നമ്മൾ എന്നാ പറയാം, നമ്മെ എന്നാ പറയുന്നത്. സഭയോടുള്ള ബന്ധം, ആഗോള സഭയുള്ള ബന്ധം നമ്മെ എന്നാ പറയുന്നത്. നമ്മെ ഈ ഭാഗം രണ്ടവസ്ഥയെ കാണിക്കും. ഒന്ന്, ഭൂമിയിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ, ഇപ്പോൾ സഭ ഇവിടെ ഭൂമിയിൽ ഇരിക്കും, നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മളെ എന്നാ പറയാം, നമ്മളെ കഥാകൻ, നമ്മളെ സൂക്ഷിക്കണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ പറയുകയാണ്, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടിവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തനുമായ എന്നേക്കും മഹത്വവും ബലവും ആമേൻ എന്ന് പറഞ്ഞു. എന്നാൽ സ്വർഗാസ്വർഗത്തിൽ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ നമ്മെ എന്നുള്ള പദം അവിടെ നിന്ന് മാറ്റി. കാരണം അവരെത്തേണ്ട സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇപ്പോൾ ഭൂമിയിൽ വാഴുന്ന ആരാണ്? സഭയുടെ ശേഷിപ്പിലുള്ളവർ എന്ന് പറഞ്ഞാൽ ഓട്ടത്തിൽ തികവെത്താൻ കഴിയാതെ പോയവർ. ദൈവസഭയുടെ ശേഷിപ്പിലുള്ളവരെ കുറിച്ചാണ് ഇവർ പക്ഷപാതം ചെയ്യുന്നത്. ഇവർ അവിടെ പാടുന്നത് മറ്റൊന്നുമല്ല, നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, രക്തം കൊണ്ട് നീ സർവഗോത്രത്തിലും സകല വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നൊരു പുതിയ പാട്ട് അവർ പാടും. ആരാണ്? സ്വർഗത്തിൽ നിന്നിട്ട് ഭൂമിയിൽ ഉള്ളവരെ കുറിച്ച് ഇവർ പറയുകയാണ്. അവരവിടെ രാജാക്കന്മാരും പുരോഹിതന്മാരുമായിട്ട് വാഴുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരാ, ഈ നമ്മൾപ്പെട്ടവരായിരുന്നു. പക്ഷെ അവർക്ക് ആ തികവിലേക്ക് എത്താൻ കഴിയാതിരുന്നപ്പോൾ ഈ തികവ് പ്രാപിച്ചവർ സ്വർഗാസുഖത്തിൽ എത്തി. എന്നിട്ട് അവർ പറയുകയാണ്, ഭൂമിയിൽ ഈ ഒരു കൂട്ടർ ഉണ്ട്. ഇത് സർവ്വഗോത്രത്തിൽ ഇസ്രായേൽ മാത്രമല്ലല്ലോ. ഇസ്രായേൽ മാത്രമായിരുന്നു. സഭ എടുക്കപ്പെട്ട ശേഷം ഇസ്രായേൽ മാത്രമായിരുന്നെങ്കിൽ ഈ ഒരു ഭാഗം പറയാൻ പറ്റത്തില്ലായിരുന്നു. സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനെ വിലയ്ക്ക് വാങ്ങി. അവരെ വിലയ്ക്ക് വാങ്ങിയിട്ടേ ഉള്ളൂ. ഒരിതുവരെയും ഇവിടെ എത്തിയിട്ടില്ല. അവർ ഇപ്പോൾ ദൈവത്തിനും രാജ്യവും പുരോഹിതന്മാരായി ശുശ്രൂഷ അവിടെ ചെയ്തുകൊണ്ടിരിക്കുക. അവർ ഭൂമിയിൽ വാഴുന്നവരായിക്കൊണ്ടിരിക്കുക. എന്നാൽ സ്വർഗത്തിൽ എത്തിച്ചേർന്ന ദൈവസഭ, ആദിജാതന്മാരുടെ സഭ, ഭൂമിയിൽ ശേഷിപ്പുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആർക്കും സംശയമില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ കുഞ്ഞാട് ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ ദൈവം മക്കൾക്ക് നൽകുക. അവൻ്റെ അധികാരവും അതിൻ്റെ ശുശ്രൂഷയും നമുക്ക് നൽകുക. കുഞ്ഞാട് പിന്നെ ചെയ്യുന്ന ശുശ്രൂഷ എന്നുള്ളത് പുസ്തകം അവൻ വാങ്ങി. ആർക്കും വാങ്ങിക്കഴിയാതെ അവിടെ ചെന്ന 24 മൂപ്പന്മാർക്ക് അത് വാങ്ങിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ കരങ്ങളിലല്ല ഇതെത്തി, അവൻ്റെ കയ്യിലാണ് ആണിപ്പാടുള്ളത്. അവൻ്റെ കരത്തിലാണ് മനുഷ്യൻ രക്ഷിപ്പാൻ വേണ്ടി കഷ്ടം സഹിച്ചത്. അതിൻ്റെ ഭാഗമായി തീർന്ന 24 മൂപ്പന്മാരുണ്ടോ? അവർ കഷ്ടം സഹിച്ചവരാ. പക്ഷേ മുഴുവൻ പാപവും വഹിച്ചത് നസയൻ മാത്രമാണ്. അവൻ മാത്രമാണ് ആദമി വംശത്തിൻ്റെ സകല പാപത്തെയും ശാപത്തെയും വഹിച്ചവൻ, സകലത്തെയും വഹിച്ചവൻ അവൻ. അവന് മാത്രമേ അത് യോഗ്യനുള്ളൂ. അതുകൊണ്ടാണ് അവൻ്റെ കയ്യിലാണത് കൊടുത്തത്. ആ ആണിപ്പാട് എൻ്റെ കരത്തിന് മാത്രമേ വാങ്ങിക്കാൻ കഴിയത്തുള്ളൂ. അതേ പൗലോസോ പത്രോസോ ഒക്കെ നമ്മളൊക്കെ ദൈവസഭയുടെ ഭാഗമായി കഷ്ടം സഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്കത് വാങ്ങിക്കാനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് ആരുണ്ടെന്ന് ചോദിച്ചാൽ ആരുണ്ട്? എല്ലാവരും കഷ്ടതയുള്ളവരാന്ന് പറയും. നമ്മളെല്ലാം പറയും ഞാൻ അനുഭവിക്കുന്ന കഷ്ടത വരെ അനുഭവിച്ചിട്ടില്ലെന്ന് പറയും. പക്ഷേ സ്വർഗം അവിടെ ചോദിച്ച ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ എത്തിച്ചേർന്ന ഒരുത്തർക്കും പറയാൻ പറ്റത്തില്ലായിരുന്നു ഞാനുണ്ടെന്ന്. കാരണം അനുസരണം പഠിച്ച് കഷ്ടത്തിൽ തികഞ്ഞവൻ ഒരുവനേ ഉള്ളൂ, നസേന, യേശു മാത്രമാണ്. നാമൊക്കെ ചുരുങ്ങിയ സമയത്തുള്ള കഷ്ടത വഹിച്ചത്. ഏറിയത് 70-80 നമ്മുടെ ജീവിതത്തിന് സമയത്തുള്ള കഷ്ടത മാത്രമേ നമുക്കുള്ളൂ. ആ സമയത്തുള്ള സഭയുടെ കഷ്ടതയോ സുവിശേഷ കഷ്ടം ഏൽക്കുന്നുള്ളൂ. മനസ്സിലാക്കണം. അവൻ്റെ കഷ്ടതയിൽ കുറവായിട്ടുള്ള പൂരിപ്പിക്കുന്ന പൗലോസ് പറഞ്ഞു,
എന്നാൽ നസ്രയൻ വഹിച്ച കഷ്ടത ഒരു സമയപരിധിക്കുള്ളിൽ 3 വർഷത്തെ കഷ്ടതയല്ല യേശു സഹിച്ചത്. ആദമവംശത്തിന്റെ ആദം മുതൽ ഒടുക്കത്തെ നാളിൽ ജനിക്കുന്ന മനുഷ്യൻ വരെയുള്ള സകല മനുഷ്യന്റെയും പാപം, നമ്മുടെ സകല വിഷയങ്ങളെയും അവനെ വിടുവിക്കാനുള്ളത് മുഴുവനും യേശു വഹിച്ചു. അതുകൊണ്ടാണ് സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കീഴിലോ ഒരുവനെയും കാണാനില്ലായിരുന്നത്. ഇവിടുന്ന് ജയാളികളായിട്ട് ചെന്ന 24 മൂപ്പന്മാർ കഷ്ടത വിട്ട് അനവധി പേരുണ്ട് അല്ലേ. അവർക്കാർക്കും ആ പുസ്തകം വായിക്കാനുള്ള അധികാരമില്ല, യോഗ്യതയില്ല. കാരണം എന്താ? നമ്മളൊക്കെ ഒരു സമയത്തിന്റെ പരിധിക്കുള്ളിൽ കഷ്ട സഹിക്കുന്നവരാണ്. ഒരു സമയത്തിന്റെ പരിധിക്കുള്ളിൽ നമ്മുടെ ആയുസ്സിൽ മാത്രം കഷ്ട സഹിക്കുന്നവരാ. ഏറിയാൽ 70-80 അല്ലേ. നമ്മുടെ കഷ്ടം എത്രയല്ലോ. നമ്മൾ പറയും എന്നെ പോലെ കഷ്ട സഹിച്ച ആരുമില്ലെന്ന്. അതന്നെ ഒരു നുണയാണ്, അതന്നെ ഒരു ബോഷ്ക. നമ്മുടെ യേശു കർത്താവ് നമ്മളെക്കാൾ എത്രയോ കഷ്ടം സഹിച്ചവനാണ്. അങ്ങനെ പറയരുത് എന്നെക്കാൾ കഷ്ട സഹിച്ച ആരുമില്ല. നമ്മളെക്കാൾക്കെല്ലാം കഷ്ടം സഹിച്ചത് നമ്മുടെ കർത്താവാണ്. നാം സഹിക്കുന്ന കഷ്ടത നമ്മുടെ ഈ ചുരുങ്ങിയ ഈ സമയപീഠിക്കുള്ള മാത്രമേ ഉള്ളൂ. കഷ്ടതയല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നാൽ നാം അനുഭവിക്കാൻ പോകുന്ന തേജസ്സിന്റെ കനം ഓർക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നതുകൊണ്ടായിരുന്നു. അല്ല, യേശു സഹിച്ച കഷ്ടത അതാണോ? അല്ല. ആദം മുതൽ ഒടുക്കത്തെ മനുഷ്യനായിരിക്കുന്ന ഭൂമി ജനിക്കുന്ന സകല മനുഷ്യൻ്റെയും സകല വിഷയങ്ങൾക്ക് ഉത്തരവാദിയായി ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ആ 7 മുദ്രയാൽ മുദ്രയിൽപ്പെട്ട പുസ്തകം അതിൻ്റെ മുദ്ര പൊട്ടിക്കാനും അത് തുറന്നു വായിപ്പാനുള്ള യോഗ്യനായി യേശുവിനെ മാത്രം സ്വർഗം വെളിപ്പെടുത്തിയത്. വേറെ ആർക്കും ആ പുസ്തകത്തിലെ തൊടാൻ കൈനീട്ടുവാൻ യോഗ്യതയില്ലായിരുന്നു. ചോദിച്ചു, ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. കഷ്ടത തികഞ്ഞെന്ന ആദിജാതന്മാർ സഭയുണ്ടോ അവിടെ? ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. കഷ്ട സഹിക്കുന്നവരുണ്ട്, തലേ ഛേദിക്കപ്പെടാൻ പോകുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഭൂമി കീഴാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരുമില്ല, ഒരുത്തരവില്ല. ആര് മാത്രമേ ഉള്ളൂ? അനുസരണത്തിൽ പഠിച്ചു തികഞ്ഞ കഷ്ടത മുഴുവനും അവരെ അനുഭവിച്ച കഷ്ടത പോലെ മറ്റാരും അനുഭവിച്ചിട്ടില്ല. ആ കഷ്ട സഹിച്ച യേശുവിനെയാണ് ഇന്ന് രാത്രിയിൽ ഞാൻ ഈ തിരുവനന്തപുരത്തോട് വെളിപ്പെടുത്തുന്നത്. അവനാണ് യോഗ്യൻ. അവൻ്റെ കരുത്തിന് മാത്രമേ അതിനുള്ള കഴിവുള്ളൂ, ശക്തിയുള്ളൂ. നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ ആയുസ്സിൻ്റെ താൽക്കാലികമായിരിക്കുന്ന ഈ സമയത്തുള്ള കഷ്ടതയല്ലേ ഉള്ളൂ. നമുക്ക് ജനിക്കുന്നതിന് മുമ്പുള്ള കഷ്ടത നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? നമ്മൾ ഇവിടുന്ന് പോയതിനു ശേഷം നമ്മൾ അതിന് കഷ്ട സഹിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ ക്രിസ്തു യേശു സകലതും വഹിച്ചു. മനുഷ്യന്റെ സകല ഭാരവും ഭാവവും വഹിച്ചു. അതുകൊണ്ടാണ് അവൻ മാത്രം യോഗ്യനായി തീർന്നത്. അപ്പോൾ നീ യോഗ്യൻ എന്നിട്ട് ഇവിടെ പാടുകയാണ്. താഴെ ഒരു കൂട്ടമുണ്ട്, ഞങ്ങൾ സ്വർഗത്തിൽ വന്ന് 2 അവസ്ഥയുള്ളവരെ വെളിപ്പെടുത്തുകയാണ്. ഇവിടെവരെ ആ അവസ്ഥയുള്ളവരെ വെളിപ്പെടുത്തുമ്പോൾ ആരാണ് അവിടെ എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടാണ് ഇവിടെ പറയുകയാണ്. 24 മൂപ്പന്മാർ 4 ജീവികൾ 7 ദീപങ്ങൾ എന്നിവയുടെ ബന്ധത്തിൽ ആദിജാതന്മാരുടെ സഭ കുഞ്ഞാടിനോട് സ്വർഗാസ്വർഗത്തിൽ ആയിരിക്കുന്ന സ്വർഗീയ അവസ്ഥയാണ് ഒന്നാമത് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ആഗോള സഭയിൽ നിന്ന് ആദിജാതന്മാർ സഭയെത്തി. നമ്മൾ ഒന്നാമത്തെ അവസ്ഥയിലുള്ളവരെ കാണിക്കുക. രണ്ടാമത്തെ കാണിക്കുന്നത് ദൈവത്തിൽ ഉൾപ്പെട്ടവരെങ്കിലും മധ്യാകാശ പ്രതിഷ്ഠ എടുക്കപ്പെടുവാനുള്ള യോഗ്യത പ്രാപിക്കാത്തതിനാൽ അവർ സഭയുടെ ശേഷിപ്പായി ഭൂമിയിൽ ആയിരിക്കുന്ന അവസ്ഥ. അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മെ എന്നതിന് പകരം അവരെ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അവർ ഭൂമിയിൽ ദൈവത്തിനായി നിലകൊള്ളുന്ന ഭൗമികാവസ്ഥയിലാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ആത്മീയ സ്ഥിതിയിലുള്ള ആദിജാതന്മാരുടെ സഭയും ഭൗമിക സ്ഥിതിയിലുള്ളവരെയും വെളിപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ഭൂമിയിലാണ്. ഇപ്പം നമ്മെ എന്നുള്ള ബന്ധത്തിലാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് വന്ന മധ്യാകാശ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നാം സ്വർഗീയ അവസ്ഥയിലെ തിരും ശേഷിക്കുന്നവർ ഭൂമിയിലായിരിക്കും. ഇപ്പോൾ സ്വർഗാവസ്ഥയിൽ ചെന്നവർ ഭൂമിയിലായിരിക്കുന്നവരെ നോക്കി പക്ഷപാതം ചെയ്ത് അവർ ദൈവസന്നിധിയിൽ പറയുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. 9-10 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അവർ ഭൂമിയിൽ വാഴുന്ന ഒരു പുതിയ പാട്ട് അവർ പാടുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവിയുടെയും മൂപ്പന്മാരുടെ ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000 1000 ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ അർക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. ദൈവം നാളെ നമ്മൾ കേൾക്കും. രാത്രി പ്രിയപ്പെട്ടവരെ, ഈ അവസ്ഥ
വേഗത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഇന്ന് ഭൂമിയിൽ ഭൗമിക അവസ്ഥയിലായിരിക്കുന്ന ഞാനും നിങ്ങളും, അഥവാ മരിച്ചുപോയ വിശുദ്ധന്മാർ, അവർ പരദീസയിൽ അവർ വിശ്രമിക്കുന്നു. ഇതുവരെ അവർക്ക് സ്വർഗാസുഖത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അവിടെ കർത്താവ് വരികയാണെങ്കിൽ നാം സ്വർഗാസുഖത്തിൽ എത്തിയിട്ട് പറയും, നാം അവിടെ എത്തിച്ചേർന്നു. എന്നാൽ ഭൂമിയിലുള്ളവരെ നോക്കി പക്ഷപാതം ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി പാടുന്ന, അവർക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് അവര് എന്നുള്ള വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കയ്യിൽ ധൂപവർക്കവും വീണകളുമേന്തി ദൈവസന്നിധിയിൽ നിൽക്കുവാൻ, ജയാളികളായി തീരുവാൻ, ജയാളികളായ സ്വർഗാസ്വർഗത്തിലെത്തി പിതാവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നവരായി തീരുവാൻ, പുത്രൻ്റെ ശുശ്രൂഷയിൽ പങ്കാളിത്തമായി തീരുവാൻ ദൈവം നമ്മളെ കണ്ടിരിക്കുന്നു. എടുക്കപ്പെടുന്ന സഭ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് മണിയറയിൽ പോയി മണിയറയിൽ പോയി ഇരിക്കുകയല്ല, കർത്താവിനോട് കൂടെ ദൈവത്തിന് സിംഹാസനിരിപ്പാനും പിന്നെ അവനോടുകൂടി അവൻ്റെ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിപ്പാനും ദൈവദേശത്തിൻ്റെ അതിദേശത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാനുള്ള സ്വർഗീയ അവസ്ഥയിലേക്ക് ദൈവസഭ കരയറ്റപ്പെടുന്നു, ഉയർത്തപ്പെടുന്നു. അവിടെ ചെന്ന ശേഷമായി ഭൂമിയിലുള്ളവരെ നോക്കിക്കൊണ്ട് അവർ പാട്ടുപാടുന്ന അല്ലെങ്കിൽ പക്ഷപാതം ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഉൾപ്പാട സഭയെക്കുറിച്ചുള്ള ക്ലാസ് നാളെ അവസാനിപ്പിക്കും. ഇതുവരെയും ഈ സന്ദേശം കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ലഭിക്കാൻ പോകുന്ന പദവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്ന് നാം പ്രാർത്ഥിക്കുന്നവരാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവരാണ്. എന്നാൽ സ്വർഗാസുഖത്തിൽ എത്തിക്കഴിയുമ്പോൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്ന ഇന്നിവിടെ പ്രാർത്ഥിക്കുന്നവർ അവിടെ ഈ പ്രാർത്ഥന സ്വീകരിച്ച് സ്വർഗാസുഖത്തിൽ പിതാവാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൈമാറേണ്ടവരാണ്. അത് എത്ര മഹത്തരമായ പദവിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ദിവസങ്ങൾ പ്രാർത്ഥന വിട്ടിരിക്കാം, വ്യവസ്ഥയിൽ പ്രാർത്ഥിക്കാം, ആരാധിക്കാം, ആത്മീയ വളർച്ച പ്രാപിക്കാം, വിശ്വാസ സ്ഥിരത കാണിച്ച് നമ്മുടെ കർത്താവിൻ്റെ വചനം വേണ്ടി ഒരുക്കപ്പെടുക. കർത്താവ് നമ്മെ സഹായിക്കാൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ തേജസ്സിൻ്റെ കനമോർത്താൽ, ശുശ്രൂഷയുടെ വലിപ്പം ഓർത്താൽ, നമുക്ക് ലഭിക്കാൻ പോകുന്ന അധികാരം ഓർത്താൽ നാം എത്ര വിനയാദ്യതയുള്ള താഴ്മയുള്ളവരായി. നാം യോഗ്യരല്ല കർത്താവ്, എന്നാൽ എൻ്റെ കൃപയാൽ എന്നെ കൂടി ഓർക്കണമേ എന്ന് ഓർപ്പിച്ചുണർത്തിക്കൊണ്ട് നമുക്ക് ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.